സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സല്ലാപത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം സല്ലപിക്കുന്നത് നമ്മുടെ സ്വന്തം ചേട്ടന്റെ പേര് പറയുമ്പോൾ തന്നെ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാം. പണ്ട് മുതൽ ടി വി കാണുന്ന എല്ലാവർക്കും അറിയാം. ഹരി പത്തനാപുരം എന്നുള്ള പേര് മാത്രം കേട്ടാൽ മതി. കാരണം നമ്മുടെ സൂര്യ ടി വിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചേട്ടൻ ജ്യോത്സ്യത്തിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ ചെയ്ത് ഭയങ്കര ഹിറ്റായ ഒരു ഷോ തന്നെയായിരുന്നു. അപ്പോൾ അതിലൂടെ ഹരി പത്തനാപുരം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെറുവിടെ ഓടി വന്നിരിക്കും. പക്ഷേ ഇന്ന് ഹരിച്ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ ഒന്ന് സല്ലപിക്കുമ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസിലൂടെയാണ് ഞങ്ങൾ ആദ്യം ഇന്ന് തുടങ്ങാൻ പോണത്. ബ്രേക്കിംഗ് ന്യൂസ് എന്താ ഹരിച്ചേട്ടാ? അറിയില്ലേ? ഇന്ന് രാവിലെ ന്യൂസിൽ ഫുൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ജ്യോത്സ്യൻ ഹരി പത്തനാപുരം ബിഗ് ബോസിലേക്ക്. ചേട്ടൻ കണ്ടില്ലേ? ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്തില്ലേ, അപ്പൊ അതിന്റെ താഴെ വരാൻ പോകുന്ന കമന്റ് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. രമ്യ പറഞ്ഞു ലോകം മൊത്തം അറിയുമെന്ന്. അപ്പൊ ഓരോന്ന് പിന്നെ ഞങ്ങളോട് ഒരു സായിപ്പ് ചോദിച്ചായിരുന്നു അവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞിട്ടായിരിക്കും കമന്റ് വരുന്നത്. അതൊന്നുമില്ല, മലയാളികൾക്ക് എല്ലാവർക്കും തിരുത്തി പറയും. അങ്ങനെ ബിഗ് ബോസിൽ അങ്ങനല്ല, എല്ലാ വർഷവും ചിലര് ഗണപതിക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ എന്ത് കുറിക്കുമ്പോഴും ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ട് ചെയ്യുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം വിളിക്കുന്നത് എന്നെയാ. ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞു, ഈ വർഷവും എന്നെ വിളിച്ചു. പക്ഷെ എന്റെ പൊന്നെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാൻ ഈ നമ്മളിപ്പോ ഈ കാണുന്ന ഒരു ആളില്ലേ, ഇത് യഥാർത്ഥത്തിലുള്ള ഞാനല്ല. താത്വികമായ അല്ല, താത്വികമായ അവലോകനമല്ല. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഇപ്പൊ ആരെ കുറിച്ച് എടുത്താലും നമ്മുടെ ഉള്ളില് പല ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊരു സ്വഭാവമായിരിക്കും, അതായിരിക്കത്തില്ല എന്റെ പ്രൊഫഷണൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉള്ള സ്വഭാവം. എന്റെ ഫ്രണ്ട്സിനോട് വേറൊരു സ്വഭാവമായിരിക്കും, അതായിരിക്കത്തില്ല മറ്റേ സ്ഥലത്തുള്ള. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ളൊരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുകൊണ്ടും അടുപ്പമുള്ളതുകൊണ്ടും ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കും. പക്ഷെ പുതുതായിട്ട് വരുന്ന ഒരാളോട് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു പ്രശ്നം, നല്ലതായിരിക്കാം പന്നലായിരിക്കാം. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഈ ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വളരെ മാന്യനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും. നമ്മളിൽ ക്യാമറ വന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, അറിയാണ്ട് അത് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞാൻ എടാ ഇവൻ ഇങ്ങനെ ആയിരുന്നോ എന്ന് പറയാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കത്തില്ല. എന്നെ ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞ പൊന്നി കേട്ടാ എല്ലാം ഒഴിവാക്ക്, ഞാനില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ബിഗ് ബോസിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കാം. അപ്പോ ഹരിചേട്ടൻ എന്റെ ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള പേടിയിൽ മാത്രമാണ് ബിഗ് ബോസ് വേണ്ടാന്ന് വെക്കുന്നത്. പിന്നെ എന്റെ മോൾക്ക് ഇഷ്ടമല്ല. അവള് ബിഗ് ബോസ് എപ്പോഴും ഇരുന്ന് കാണും, പക്ഷെ അവൾക്ക് ഞാൻ അതിലോട് പോകുന്നതിനോട് താല്പര്യമില്ല. ഞാൻ കുറച്ച് ഈ പിള്ളേരുമായിട്ടൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ബോണ്ടൊക്കെ ഉള്ള, അപ്പൊ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വെറുതെ എന്തിനാണ്. നമുക്കിപ്പോൾ അങ്ങനെ പോയിട്ടൊരു അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി. നല്ല ഷോയാണ്, ഞാൻ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് എതിരല്ല, നല്ല ഷോയാണ്. പക്ഷെ ഞാൻ അതിൽ പോയാൽ ഒന്നാമത് എനിക്ക് മത്സരിച്ച് ജയിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ പോയി 100 ദിവസം മാറി നിൽക്കണം? 100 ദിവസം കിട്ടുമോ നമുക്ക് അറിയത്തില്ല. എന്തിനാണ് വെറുതെ? മാത്രമല്ല അങ്ങനെ ഒരു അടച്ചിട്ട മുറിക്കുള്ളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള പലരും ചിലർ നമ്മളെ അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ അറിയില്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ താമസിക്കുന്നതിലും എന്തെങ്കിലും ഒരു എനിക്ക് ഞാൻ റൂം ഷെയർ അല്ലെങ്കിൽ പോലും ചെയ്യാറില്ല. എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ യാത്ര പോകുമ്പോൾ പോലും ഞാൻ കഴിവതും OCD-യുടെ ഒക്കെ എന്തെങ്കിലും ചെറിയൊരു സാധനം ഞാൻ ഒറ്റയ്ക്കേ കിടക്കാറുള്ളൂ. ചില സുഹൃത്തുക്കൾ അതുകൊണ്ട് പിണങ്ങി പോയിട്ടുണ്ട്. കാരണം ചിലർ തോന്നും ജാടയാണ് എന്ന്, പക്ഷെ നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പം ഞാൻ എന്റെ പ്രൊഫഷണലിൽ ഞാൻ തൃപ്തനാണ്. കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ പണം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് എന്റെ നിലപാടുകളെ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ എനിക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരാളാണ്. അത് മാറ്റാതെ ഇരിക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനത്തെ ഒരു ഷോയിൽ പോയി ഒരു യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലക്ഷ്യമല്ല എന്നുള്ളത് കൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നു. പക്ഷേ ചേട്ടാ, ഇതേപോലെ ബിഗ് ബോസിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും, എന്നിട്ട് ഇതുപോലത്തെ ആൾക്കാർ വന്നിട്ട് പറയും ഇല്ല ഞാൻ ബിഗ് ബോസിലേക്ക് ഇല്ല, ഞാൻ പോണില്ല എന്നൊക്കെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പറയും. പക്ഷെ പിന്നെ ഇത് തുടങ്ങിക്കഴിയുമ്പം ഈ ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുകയും ചെയ്യും. അപ്പോൾ ചിലർ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ടാക്ടിക്സ്, ഒരു ഗെയിം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ചേട്ടനും അങ്ങനെ പറയുന്നതാണോ
ഇല്ല, ഞാൻ മുൻ വർഷങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബിഗ് ബോസ് വളരെ മോശം ഷോ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും പോകത്തില്ല എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. പക്ഷെ ഇത്തവണയും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എന്നെ വിളിച്ചു, ബിഗ് ബോസിലേക്ക് വരൂ എന്ന് പറഞ്ഞു, നല്ലതാണ്, നമുക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ വളരെ അടുപ്പമുള്ളവരാണ് വിളിക്കുന്നത്, അവരോട് ഞാൻ അതേ സ്നേഹത്തോടെ പറഞ്ഞു എന്തിനാണ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്നെ സംബന്ധിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മോളൊക്കെ മോള് വലിയ വിഷയമാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് വെറുതെ പോയിട്ട് എന്നുള്ള ഒരു ചിന്തയിൽ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അവള് പറഞ്ഞു അച്ഛാ പോകരുത് അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അതെ, അച്ഛനെ അവിടെ പോയിട്ട് വഷളാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അല്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഓക്കെ, ശരി. അപ്പൊ അതോടെ ആ ഒരു അവസാനിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ദിസ് ന്യൂസ്. ഓക്കെ. പക്ഷേ ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും അവിടെ പോയതിനു ശേഷം ബന്ധുക്കളെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി, സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കിയെന്ന്. അതേപോലെ തന്നെ മറുവശത്ത് ചിലർ പറയുന്നതാണ് ശത്രുക്കളെയും അവിടെ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ ജോത്സ്യൻ എന്നുള്ള രീതിയിലും കൂടെ ഹരിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ശത്രു സംഹാര പൂജയുണ്ടല്ലോ, ശരിക്കും ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വേണ്ടി ചോദിക്കാം, ഈ ശത്രു സംഹാര പൂജ ചെയ്താൽ ശരിക്കും ശത്രുവിന് അവിടെ ഒരു നാശം സംഭവിക്കുമോ ഇല്ലയോ? ചിലർക്കുള്ളൊരു സംശയമാണ്. അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ശരി, ഓക്കെ, രമ്യ ശത്രു രമ്യ ഉദ്ദേശിക്കുന്നത് രമ്യക്ക് ഒരു ശത്രുവുണ്ട്, രമ്യയെ ബുദ്ധിമുട്ടിക്കാൻ, രമ്യയെ ആക്രമിക്കാൻ, ശാരീരികമായ ആക്രമണങ്ങളല്ലാതെ നിങ്ങളുടെ കരിയറിനെ ഏതെങ്കിലും തരത്തിലൊക്കെ ബുദ്ധിമുട്ടിലാക്കാൻ നിങ്ങൾക്കൊരു ശത്രുവുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം കരുതുന്നത്. അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശത്രുസംഹാര അർച്ചനയും പൂജയും ചെയ്യുന്നത് എന്നാണ്. അപ്പോ എന്റെ ചോദ്യം, രമ്യ പോയി ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ശത്രുസംഹാര അർച്ചന നടത്തുകയാണ് എന്നിരിക്കട്ടെ, 6 നാളോ 6 പേരോ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനിതുവരെ ചെയ്തിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ എനിക്കറിയില്ല. നമ്മുടെ നാള് നമ്മുടെ പേരാണ്. ആണോ? അല്ലാതെ നമ്മുടെ ശത്രുവിന്റെ പേരാണോ? അല്ല, അപ്പൊ ശത്രു സംഹാര പൂജ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെന്ത് അവിടുന്ന് അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര അർച്ചന നടത്തിയാൽ നമ്മൾ നമ്മുടെ നാളും നമ്മുടെ പേരും പറഞ്ഞു കൊടുത്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ തന്നെയാണ്. അതായത് ഭഗവത്ഗീതയിലൊക്കെ പല പദ്യങ്ങളില് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഉത്തരേതാത്മനാത്മാനാം ആത്മാനം അവസാദയേത് ആത്മ ഏവ ആത്മനാ ബന്ധു ആത്മ ഏവ രിപുരാത്മ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും, നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ എന്നുള്ളതാണ് ശത്രു സംഹാരം എന്ന് പറയുന്നത്. ശത്രു സംഹാരം പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കാനല്ല. പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പുറത്തുള്ള ശത്രുവിന്റെ നാളും പേരാണ്. നമ്മൾ നമ്മുടെ നാളും പേരാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പുറത്തിരുന്നു കൊണ്ട് ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ കഴിയും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിലും നമ്മൾ ടെൻഷനാവും. രമ്യക്കൊരു കാര്യം അറിയാമോ, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളുടെ എത്ര കുടുംബങ്ങളിലാണ് ഇതുമൂലം വഴക്കുകൾ ഉണ്ടാവുന്നതെന്നറിയാവോ? അമ്മായിയമ്മ ആഭിചാരം ചെയ്തു എന്ന് പറഞ്ഞ് മരുമകളോട് പറഞ്ഞു കൊടുക്കുക, കൂടോത്രം, അതാണ് ആഭിചാരം. മറ്റൊരു വാക്ക്, മരുമകൾ കൂടാത്രം ചെയ്തു എന്ന് അമ്മായിയമ്മയോട് പറഞ്ഞു കൊടുക്കുക, ചേട്ടത്തി കൂടാത്രം ചെയ്തു എന്ന് അനിയത്തിയോടും, അനിയത്തി കൂടാത്രം ചെയ്തു ചേട്ടത്തിയോടും, ചേട്ടനും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാത്രം ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവും. ഒരു ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്, ചേട്ടാ എൻ്റെ അമ്മായിയമ്മ കൂടാത്രം ചെയ്തു, ഞാൻ അബോർഷനായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് രസമാണല്ലോ, അബോർഷൻ ചെയ്യാനൊക്കെ കൂടാത്രത്തിലൂടെ പറ്റും. അപ്പം ആ കുട്ടി പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ തന്നെ പറയുന്ന ഞാൻ വിചാരിച്ചു തന്നെയാണ് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞത്, പക്ഷേ ആ ആള് പറഞ്ഞ 2ാമത്തെ കാര്യവും ഫലിച്ചു. ഞാൻ ചോദിച്ചത് എന്താണ് അത്? പിന്നെ ഞാനും ഹസ്ബൻഡും തമ്മിൽ അടി ഉണ്ടാവും എന്ന് പറഞ്ഞു, അതിൽ നിന്ന് അടിയുണ്ടായി. അപ്പം ഞാൻ എന്താ കാര്യം? അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ തള്ള വലിയ കൂടുപാത്രക്കാരിയല്ലേ ഇത്, അങ്ങനെ പറഞ്ഞാൽ വഴക്കുണ്ടാവില്ലേ? അപ്പം ഞാൻ പറയുന്നത് പ്യുവറായിട്ട് ജ്യോതിഷമാണ്. അതായത് നിങ്ങളുടെ അമ്മായിയമ്മ കൂടുപാത്രം ചെയ്ത് നിങ്ങളെ നശിപ്പിക്കുന്നു എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവിടെ ശിഥിലമാക്കപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസിയുടെ ഒരു കുടുംബമാണ്. ഒരു കുടുംബമാണ് നശിക്കുന്നത്. അങ്ങനെ കൂടുപാത്രം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ചോദ്യം, ഞാൻ എന്നും ഈ ദുർമന്ത്രവാദികൾക്കെതിരെ പറയുന്ന ആളാണ്, എന്തുകൊണ്ടാണ് എന്നെ കൂടുപാത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്തത്? 2ാമത്തെ ചോദ്യം, ഈ കേരളത്തിൽ നിയമം മൂലം ഈ ആഭിചാരം നിരോധിച്ചിട്ടില്ല. ഇന്ത്യയിലെ വേറെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കേരളത്തിൽ നിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്താൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശത്രു സംഹാര പരിഹാരം, ആഭിചാരത്തിന് പരിഹാരം ചെയ്യും എന്ന ബോർഡേ കാണാൻ കഴിയും. അപ്പൊ ഇതാരാണ് ചെയ്തു കൊടുക്കുന്നത്? ചെയ്തു കൊടുക്കുന്ന ഒരാൾ വേണം, അത് പ്രൊഫഷനാക്കിയ ഒരാൾ വേണം. അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരില്ലെന്ന്. എവിടെയെങ്കിലും ബോർഡ് വെക്കണ്ടേ? നിയമം മൂലം നിരോധിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും. ഞാൻ പലരോടും പറഞ്ഞു, ആഭിചാരം ചെയ്യുന്ന ആരുടെയും നമ്പർ ഉണ്ടെങ്കിൽ ഒന്നുതാ. പരിഹാരം ചെയ്യുന്നവരുടെ നമ്പറുകളേ ഉള്ളൂ. നിങ്ങൾ വേണേ നിങ്ങളുടെ ചാനലിൽ നിന്ന് ആഭിചാരം ചെയ്യുന്ന ആരെങ്കിലും നമ്പർ, എന്നിട്ട് നമ്മൾ പോയി ഒരാളെ കാണിച്ചു കൊടുക്കുക, ഇന്ന ആളെ ഇത്ര ദിവസം സമയം കൂടെ കൊടുക്കണം. ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഞാനിത് പറയുമ്പോൾ ചിലർ ഇയാൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ എടോ, ഇത് ജ്യോതിഷമല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഹൈന്ദവ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, കുടുംബങ്ങളിൽ ഛിദ്രമുണ്ടാക്കുന്ന, അവിടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ശത്രുക്കളെ ഹനിക്കാൻ പുറത്തിരുന്നുകൊണ്ട് കൂടാത്രം ചെയ്ത് പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ എന്നെ നശിപ്പിക്കത്തില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചില ഭരണാധികാരികളോട് നമുക്ക് വിരോധം തോന്നും, അത് അവരെ നശിപ്പിച്ചുകൂടെ? നമുക്ക് ശത്രുത തോന്നുന്ന പല ആളുകളുണ്ടാവും. അവരെ എന്തിനാണ് ഇത്രയും വലിയ യുദ്ധത്തിനായിട്ടും ഒക്കെ ഒരുപാട് പണം മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അവരെ നശിപ്പിച്ചുകൂടി. അപ്പം നമ്മളെ നശിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ചിലപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ പറയാൻ കാണും. അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത്. അത് കാരണം നിങ്ങൾ കണ്ടെത്തുന്നതാണ് അവരങ്ങനെ ചെയ്തതുകൊണ്ടാണെന്ന്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, നിങ്ങൾ ഒരാളടുത്ത് ചെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യ ചെയ്തിട്ട്, അല്ലെ ചേട്ടൻ ചെയ്തിട്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ശരിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ വീട്ടിലൊരാൾ മദ്യപിക്കുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മകനായിരിക്കാം, മദ്യപിക്കുമ്പോൾ നിങ്ങൾ അവന് ആരോ ആഭിചാരം ചെയ്തിട്ടാണ് അവൻ ഈ മദ്യത്തിന് അഡിക്റ്റ് ആകുന്നത് എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവ ദൂഷ്യത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അവന് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്തവൻ, 24 മണിക്കൂറും മദ്യത്തിന് അടിമപ്പെടുന്നവൻ, അവൻ സ്വന്തമായിട്ട് അവൻ്റെ ചിന്തകൾ അവനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ നടന്നൂടെ രമ്യേ? അപ്പം ഞാൻ പറയുന്നത് ഇത് ഞാൻ പറയുന്ന വളരെ ബോധപൂർവ്വം, ഈ വിശ്വാസികളുടെ കുടുംബങ്ങളെ ഇത് ഛിദ്രമാക്കുന്നുണ്ട്. പക്ഷേ കണ്ണേക്കുക എന്ന് പറയില്ലേ, നമ്മൾ പറയും ചിലരുടെ ദൃഷ്ടിദോഷം, ചിലരുടെ നാവ് കൊണ്ട് പറയുമ്പോൾ അതിലൊക്കെ അപ്പോൾ കാര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ യൂസഫ് അലി ലുലുമാൾ തുടങ്ങി. കൊച്ചിയിൽ ഒരുപാട് കടകൾ പൂട്ടിപ്പോയി. നമ്മൾ എല്ലാവർക്കും കൂടെ കുത്തിയിരുന്ന കണ്ടിട്ടാ പോരെ. ഈ പ്രാക്കാണെങ്കിലും കൂടുപാത്രമാണെങ്കിലും ഇത് ഫലിക്കണമെങ്കിൽ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നടക്കണം. എന്താണെന്നറിയോ? ഇതാരെ കുറിച്ചാണോ പറയുന്നത് അവരിത് അറിയണം. അറിയാതെ അങ്ങനെ ഫലിക്കുന്നത്. ഇപ്പൊ രമ്യ നല്ലൊരു ആങ്കറാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. രമ്യയോട് അസൂയുള്ള എത്രയോ മറ്റുള്ളവർ കാണുമായിരിക്കാം. നിങ്ങളുടെ ലെവലിലേക്ക് എത്തി അവർ കണ്ണിട്ടാൽ ഉടനെ നിങ്ങളങ്ങ് നയിച്ചു പോകും. അതേസമയം ഒരാൾ വന്നിട്ട് പറയാണ്, രമ്യ ഒരാൾ പ്രാഗിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മളറിയാതെ എവിടൊക്കെ എന്തെല്ലാം ആരൊക്കെ പറയുന്നുണ്ടാവും രമ്യേ. ഇത് കേൾക്കുന്നെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം. നമ്മുടെ ഭരണാധികാരികൾ ഇപ്പം ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമുണ്ടായ സമയത്ത് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായി വളരെ എതിർപ്പ് തോന്നിയ ഒരാളാണ്. കാരണം ഞാൻ ആ ആചാരം അങ്ങനെ തന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നതല്ലെന്നും പ്രത്യേക പ്രായപരിധി ആചാരപരമായി അവിടെ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അന്നത്തെ നാമജപ ഘോഷയാത്രകളിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ. എനിക്കന്ന് ഇവരെടുക്കുന്ന നിലപാടുകളോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. പ്രാഗിയിട്ടുമുണ്ടാകാം. എന്തായി? ഒന്നും സംഭവിച്ചില്ല. അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു വിശ്വസിക്കുന്ന ഒരാളെ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, യൂസഫ് അലിയെ ഇവിടെയുള്ള കടക്കാരെല്ലാം കൂടെ കുത്തിയിരുന്ന രാഗിയെ പോരെ, അയാളെ നശിച്ചു പോട്ടെ. ഇപ്പൊ എന്നെ എത്രയോ ചില മന്ത്രവാദം ദുർമന്ത്രവാദം ചെയ്യുന്നവര്, ഈ പ്രൊഫഷനിൽ തന്നെ ഉള്ളവർ തന്നെ ചേട്ടൻ എന്നാ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ചെലവില്ലല്ലോ. അവർക്ക് ഒരു ആഭിചാരം ചെയ്യാൻ പ്രത്യേകിച്ച് ചെലവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കുമ്പോൾ 2 ജ്യോതിഷികൾ യൂട്യൂബിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര അസഭ്യം പറച്ചിലാണ്. അപ്പൊ ഞാൻ വെറുതെ ചിന്തിച്ചത്, ഇവരെന്തിനാണ് ഇങ്ങനെ യൂട്യൂബിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അസഭ്യം പറയുന്നത്? ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുപാത്രം ചെയ്താൽ പോരെ. അപ്പൊ ഇത് വിശ്വാസികൾക്ക് മാത്രമാണിത്. ഇവർ തമ്മിലുള്ള ശത്രുതയിൽ ഇപ്പൊ എന്നെ ഒരു ജ്യോത്സ്യൻ, അയാൾക്ക് എന്തിനാണ് ഇപ്പം വന്നിട്ട് അവൻ വൃത്തികെട്ടവനാണ്, കൊള്ളരുതാത്തവനാണ്, കള്ളനാണ്, എടാ ഞാനത്ര വൃത്തികെട്ടവനാണെങ്കിൽ എന്നാൽ ഇവനെ തകർത്തേക്കാന്ന് പറഞ്ഞ് ഒരു ആഭിചാരം ചെയ്താൽ പോരെ. എത്ര വർഷമായി ഇവിടെ നിൽക്കുന്നത്? ചേട്ടനും എഗെയിൻസ്റ്റ് ആയിട്ട് കുറെ പേര് പറയുന്നുണ്ട്. ജ്യോത്സ്യത്തിൽ തന്നെ ഉള്ള മറ്റു ചിലര്, ഹരിക്ക് ജ്യോത്സ്യത്തിൽ വിശ്വാസമൊന്നുമില്ല, അവൻ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് പക്ഷെ ചേട്ടൻ അത് അറിയുകയും ചെയ്യാം. എന്നിട്ടും ചേട്ടനെ അത് ബാധിക്കുന്നില്ലാത്തത് ചേട്ടന്റെ മനസ്സുകൊണ്ട് ഇത് നന്നായിട്ട് ആ തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നിടത്താണ് രമ്യ പ്രശ്നം. ഇപ്പൊ രമ്യ വിശ്വസിക്കുകയാണ് എന്നെ ഒരാൾക്ക് പുറത്തിരുന്നു കൊണ്ട് ആഭിചാരം ചെയ്ത് നശിപ്പിക്കാം എന്ന് വിശ്വസിച്ചാൽ രമ്യക്ക് നാളെ മുതൽ കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യും. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ രമ്യ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പോസിറ്റീവ്സും ഉണ്ട്.
നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ പോസിറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്തില്ല. ഈ ദാമ്പത്യ ജീവിതങ്ങൾ തകരുന്നതിന്റെ വലിയൊരു പങ്കും ഈ പങ്കാളിയുടെ നെഗറ്റീവുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. ഇപ്പൊ രമ്യ നിഖിലിന് എല്ലാ ദിവസവും ചായ ഇട്ട് കൊടുക്കുന്ന ഒരാളാണ്. ഒരു ദിവസം രാവിലെ രമ്യക്ക് ചായ ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ നിഖിൽ അല്ലെങ്കിലും ഇങ്ങനെയാണ്, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്ക് ചായ ഇട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം നിങ്ങൾ തൊട്ട് മുമ്പത്തെ ദിവസം, അതിന് മുമ്പത്തെ ദിവസം, അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾ ചായ ഇട്ട് കൊടുത്ത ഒരാളാണ്. ഇന്നൊരു ദിവസമാണിത് പറ്റാത്തത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. അപ്പം പാർട്ട്ണറുടെ പോസിറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളല്ല. ഇപ്പം എനിക്ക് ഒരു കാറ് വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരു കാറിനൊരു ആദ്യത്തെ ഒരു പ്രിലിമിനറി എമൗണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു വീട് വെക്കാമെന്നാണ് ഞാൻ കാലങ്ങളോളം ആഗ്രഹിച്ചിരുന്നത്. വളരെ പ്ലാൻഡായിട്ട് വീട് വെച്ച ഒരാളാണ്. എനിക്ക് ഞാനപ്പോൾ ചിന്തിക്കുകയാണ് എൻ്റെ പൈസ മൊത്തം പോയത് കൂടുപാത്രം കൊണ്ടോ കിട്ടാത്ത ആഭിചാരം കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഞാനപ്പോൾ ചിന്തിക്കുന്നത് എനിക്കതില്ലെങ്കിലും എത്രയോ ആളുകൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് രമ്യയെ. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പം ഇപ്പം ഞാൻ വിദേശത്തൊക്കെ പോയി, എത്ര പേരാണ് വന്ന് സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നല്ലതാണ്, നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇപ്പം എനിക്ക് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി, പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുണ്ട്. എൻ്റെ നന്മകൾ കാണാൻ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ നന്മകൾ കാണുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ മോശക്കാരനെന്നോ പേര് കേൾക്കാതെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ നന്മകളല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്മകളെ ഹൈലൈറ്റ് ചെയ്യുക. ഇത് ഞാൻ പല കുടുംബങ്ങളിലും കാണുന്നതുകൊണ്ടാണ് കേട്ടോ. ഈ മരുമകൾ അമ്മായിയമ്മ പോരുകൾ, അമ്മായിയമ്മ കൂടുപാത്രം ചെയ്തു മരുമകളോട്, മരുമകൾ കൂടുപാത്രം ചെയ്തു അമ്മായിയമ്മയോട്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഈ കുടുംബം മൊത്തം ഛിദ്രമാകുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുന്നു, വഴക്കുണ്ടാകുന്നു. ഹൈന്ദവ കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്. ഇതിനെതിരെ പറയുമ്പോൾ കുറച്ച് പേര് ഇയാൾക്ക് ജ്യോതിഷ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കതിന് മറുപടി കൊടുക്കാൻ താല്പര്യമില്ലെന്നേ. നമ്മളെന്തിനാ കൊടുക്കുന്നത്? ഞാൻ എൻ്റെ നിലപാടിൽ ഇപ്പം എന്നെ വിമർശിക്കേണ്ടത് ആരാണ്? എന്നെ വന്ന് കാണുന്ന ആളുകളാണ്. അവർ വിമർശിക്കുന്നെങ്കിൽ ആ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നെങ്കിൽ പോരെ. പുറത്തിരുന്നുകൊണ്ട് ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ പോയാൽ ഇത് ആഭിചാരമാണ്, പ്രാക്കാണ്, എന്നെ പ്രാകുന്നവരുണ്ടാകും. ഞാനത് കെയർ ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല രമ്യ. നമ്മൾ നമ്മുടെ വഴിയെ പോവുക. ആ പല ആളുകൾ പല കാര്യങ്ങൾ പല രീതിയിൽ പറയും. ഇതൊക്കെ എടുത്ത് തലയെ വെച്ചാൽ ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നില്ല. ഇതിനോട് കൂട്ടിച്ചേർത്ത് ചോദിച്ചോട്ടെ, വേറൊരു വിശ്വാസത്തിൽ പറയുന്നതാണ്, നമ്മുടെ അയൽപ്പക്കത്ത് ആയില്യം നക്ഷത്രത്തിൽ ഒരാൾ വന്ന് താമസിച്ചാൽ അവരുടെ ദൃഷ്ടി കൊണ്ട് ഈ വീട്ടിലുള്ളവർക്ക് മനസമാധാനം ഉണ്ടാവില്ല. ഇതും പറയുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതിലും അപ്പൊ ഈ പറയുന്ന പോലെ തന്നെയായിരിക്കും. ഞാനൊരു കാര്യം പറയാം, ഇതിപ്പോ എന്നെ എതിർക്കുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇത്തരം ചോദ്യങ്ങളോട് രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ശരിയാണ്, ആയില്യം നക്ഷത്രക്കാർ അയൽദോഷികളാണ് എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാം. പൊതുവിൽ ഇതിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്, മുസ്ലിമുകളും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ജ്യോതിഷ ഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ലെന്നേ. എടാ, ഞാനിത് നിങ്ങളുടെ ചാനലിൽ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിൽ വന്നിട്ട് ഞാൻ എന്ന ഒരു ആസ്ട്രോളജർ ബോധപൂർവം ഇരുന്ന് പറയുകയാണ്, ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യം നക്ഷത്രക്കാർ അയൽപക്കക്കാർക്ക് ദോഷം ചെയ്യുന്നതാണെന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്താന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഈ വായ്മൊഴിയായി പറഞ്ഞു വരുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആയില്യം എന്ന വാക്കിൽ അയൽ എന്നൊരു വാചകം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആയില്യം, അയൽ എന്ന്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പം ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ക്യാരക്ടർ പറയുന്നുണ്ട്. അത് മാത്രം വെച്ചിട്ടല്ല ജ്യോതിഷം പോകുന്നത്, പല ഘടകങ്ങളുണ്ട്. പക്ഷെ നക്ഷത്രക്കാർക്ക് ക്യാരക്ടർ പറയുന്നുണ്ട്. അതിൽ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവരാണ്, അവർ കുറച്ച് ഈഗോയിസ്റ്റുകളാണ്. ആരുടെ മുമ്പിൽ അവരൊരു പരിധിക്കപ്പുറം താഴാൻ പോകുന്ന ആളുകളല്ല. അവരെ ഇട്ട് അങ്ങനെ ചൊറിഞ്ഞാൽ അവർ തിരിച്ചൊന്ന് മാന്തും. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ സംസാരിക്കും. അവർക്ക് വളഞ്ഞുറ്റിയുള്ള പരിപാടികൾ, അങ്ങനത്തെ കാര്യങ്ങളില്ല. അപ്പം അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് പോയി ഒരു ചൊറിയാൻ ചെന്നാൽ അവർ തിരിച്ച് അതുപോലെ ചൊറിയും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. രമ്യ, എന്നെ വിമർശിക്കുന്നവർ ഒരു ഗ്രന്ഥം എടുത്തിട്ട് ഇന്ന ഗ്രന്ഥത്തിൽ ആയില്യം നക്ഷത്രത്തിന് അയൽദോഷമുണ്ട് എന്ന് കാണിച്ചു തന്നാൽ എനിക്ക് ഒരു ഈഗോയും ഇല്ലാത്ത ആളാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് തെറ്റാണ്, ദാ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിലുണ്ടെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, എത്രയോ ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ആളാണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ലാത്തൊരു കാര്യം ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ പറയത്തില്ല രമ്യ. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കിത് പറയുന്നതാണ് കൂടുതൽ നല്ലത്. ആയില്യം നക്ഷത്രം അയൽദോഷമുണ്ട്, അതിനൊരു പരിഹാരം ചെയ്യണം. ഒരു 25,000 രൂപയുടെ പൂജ നടത്തിയിട്ട് തരുന്ന മണ്ണ് ഇവിടെ നിന്നുകൊണ്ട് അവരുടെ പുറമ്പിലേക്ക് എറിഞ്ഞു കൊടുത്താൽ അതിൻ്റെ ദൃഷ്ടി മാറും. അല്ലെങ്കിൽ മലവാഴ വെക്കൂ, ആയില്യം കൊല്ലി വെക്കൂ, മുള വെക്കൂ എന്നൊക്കെ പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് മിടുക്കനാണെന്ന് പറയുക. എനിക്കങ്ങനെ മിടുക്കനാണെന്ന് പറയണ്ട. കാരണം ഇല്ലാത്തൊരു കാര്യം എന്തിനാണ് ഞാൻ പറയുന്നത്? ആയില്യം നക്ഷത്രത്തിന് അയൽദോഷമുണ്ട് എന്ന്
ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം ഇതിന് താഴെ ആയാലും ഒരാൾ കമന്റ് ചെയ്താൽ ഇത് തിരുത്തി പറയാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ പഠിക്കാത്തത് പലതും കാണും, ഞാൻ പഠിച്ചൊരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, ഫോൺ നോക്കുമ്പോൾ തന്നെ ഓരോ സമയം മാറുമ്പോൾ, ഇപ്പൊ കർക്കിടകം മാറി അല്ലെ പുതിയ എന്തെങ്കിലും വരുമ്പം ഇന്ന നാളുകാർക്ക് ഇതാണ് ഈ വർഷത്തെ പ്രവചന ഫലങ്ങൾ വരാറുണ്ടല്ലോ ഓരോ സമയം മാറുമ്പോഴൊക്കെ. അത് ജനറൽ ആയിട്ടാണ് ഓരോരുത്തരും വന്ന് പ്രവചിക്കുന്നത്. അതപ്പോൾ ശരിക്കും ശരിക്കും സത്യമാണ്? ഒരിക്കലും അല്ല രമ്യ. ഇതിലൊരു കാര്യം, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ജ്യോതിഷം ഒരു പ്രവചനമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്. ഇപ്പം ഞാൻ പത്തനാപുരത്തേക്ക് പോകാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടയം. അത് കോട്ടയമല്ല, അത് കോട്ടയത്തേക്ക് പോകാനുള്ള വഴിയാണ്, വഴികാട്ടിയാണ് ജ്യോതിഷം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം 12 വ്യാഴം എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. അതിപ്പം മിഥുനക്കൂറുകാർക്ക് 12 വ്യാഴമാണെന്ന് ഉദാഹരണമായിട്ട് ഇരിക്കട്ടെ. അപ്പം എന്താ വെച്ചാൽ കർക്കിടക കൂറുകാർക്ക് 12 വ്യാഴം എന്ന് ഉദാഹരണമായിട്ട് ഇരിക്കട്ടെ. അപ്പം കർക്കിടക കൂറുകാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായ ഇടപാടുകൾ കരുതലോടുകൂടി ശ്രദ്ധിക്കണം. അനാവശ്യമായി പൈസ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പോകാതിരിക്കാൻ വേണ്ടി നോക്കണം. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പണം വിനിയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റല്ല. അത് അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർഭാടമായി പണം ചെലവഴിക്കാം. ഇതാണ് ജ്യോതിഷം. അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവചനമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇതിലൊരു അപകടമുണ്ട്. ഇപ്പം ജ്യോതിഷം പ്രവചനമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിൽ പോകുന്ന എന്തിനാ? നമ്മൾ പരിഹാരം ചെയ്യുകയും കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രശ്നങ്ങൾ ആ മോശ സമയത്തെ അല്പമെങ്കിലും ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ഇത് പ്രവചനമാണെങ്കിൽ അത് സംഭവിച്ചിരിക്കണം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് എനിക്ക് വാഹനാപകടം ഉണ്ടാകും എന്ന് പ്രവചിച്ചാൽ ഞാൻ വണ്ടി പെതിയെ ഓടിച്ചാലും ഉണ്ടാകണം, സ്പീഡിൽ ഓടിച്ചാലും ഉണ്ടാകണം, അതിന് പരിഹാരമായിട്ട് ഞാൻ അമ്പലത്തിൽ പോയാലും ഉണ്ടാകണം, നേർച്ചയിട്ടാലും ഉണ്ടാകണം, പ്രാർത്ഥിച്ചാലും ഉണ്ടാകണം, വഴിപാട് നടത്തിയാലും ഉണ്ടാകണോ? അതെ, പ്രവചനമാണെങ്കിൽ അത് ഫലിക്കണം. അപ്പൊ പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? എന്തിനാണ് നമ്മൾ കണ്ടകശനി സമയത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നത്, അർച്ചനയും നീരാജനവും നടത്തുന്നത്? നമ്മൾ ആ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ്. പ്രവചനങ്ങൾ ഒഴിയാൻ പറ്റില്ല, പ്രവചനങ്ങൾ സംഭവിക്കണം. അതിൽ നമുക്ക് ഇത്ര പരിഹാരങ്ങൾ ചെയ്തത് കൊണ്ട് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പ്രവചനമല്ല, ഞാൻ ദോഷത്തിന് നമുക്ക് പരിഹാരങ്ങൾ. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനങ്ങളല്ല, സൂചനകളാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 7.5 ശനിയിലെ ജന്മശനി എന്നൊരു കാലമാണ്. വളരെ മോശമായിട്ടുള്ള ഒരു പീരീഡാണ്. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. എന്നെ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കാൻ ഒരുപാട് സാധ്യതകളുള്ള സമയമാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. വാഹന അപകടം ഉണ്ടാകാൻ ഇടയുള്ള സമയമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കഴിവതും ഞാൻ മാറി സഞ്ചരിക്കണം. ഇല്ലെങ്കിൽ അതുണ്ടാവും, ഇല്ലെങ്കിലും ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഇൻഡയറക്ട്ലി കേൾക്കാം. അതിനൊരു ഉദാഹരണം ഞാൻ അടുത്തൊന്ന് ഓർമ്മിച്ചാൽ അത് പറഞ്ഞുതരാം. അപ്പം അപവാദം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി സഞ്ചരിക്കണം. വാഹന അപകടം ഉണ്ടാകാം, വാഹനം വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കണം. അതുപോലെ എനിക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം, അപ്പം ഞാൻ എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം, മഴയോ അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ എനിക്കുണ്ടാവാം. അതിപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിലും ഞാനത് വളരെ കരുതലോടുകൂടി ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇതാണ് ജ്യോതിഷം. അല്ലാതെ നിനക്ക് കണ്ടകശനിയാണ്, നീ ഇത്രാമത്തെ ദിവസം അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചാലും ഉണ്ടാകണം, ശ്രദ്ധിച്ചില്ലെങ്കിലും ഉണ്ടാകണം, വഴിപാട് നടത്തിയാലും ഉണ്ടാകണം, പ്രാർത്ഥിച്ചാലും ഉണ്ടാകണം. അങ്ങനെയാണ് പിന്നെ ഈ പ്രാർത്ഥനകളും ഈ വഴിപാടുകളും ഒന്നും ഇല്ലയെന്ന് നമുക്ക് പറയേണ്ടി വരും. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല, ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം. ചേട്ടൻ എന്തെങ്കിലും ഇതുവരേക്കും പ്രവചിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രവചിച്ചെന്ന് ചോദിച്ചാൽ പണ്ടെണ്ണം പ്രവചിച്ചിട്ടുണ്ട്. എന്താ അത് വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഒന്നാമത് ഇച്ചിരി മുമ്പ് പ്രവചനത്തിനെതിരെ പറഞ്ഞേക്കാം, അതായത് ഞാൻ തിരുത്തി ഇപ്പോൾ പറഞ്ഞേക്കാം. അതായത് ഞാൻ പണ്ട് ഒരു ഈ ഷമ്മി പ്രഭാകർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പം അദ്ദേഹം കൈരളിയിൽ വർക്ക് ചെയ്യുന്ന, നേരത്തെ മാതൃഭൂമി ചാനലിൽ ഏഷ്യാനെറ്റിൽ ഡൽഹിയിലുണ്ടായിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആൽബം ഉണ്ടാക്കി. അതിന് റിലീസിങ്ങിനായിട്ട് ഞാൻ കൊല്ലം പ്രസ് ക്ലബ്ബിൽ പോയി. അവിടെ ചെന്നപ്പം മറ്റൊരു മാധ്യമത്തിൻ്റെ ഒരു റിപ്പോർട്ടർ വന്ന് എന്നോട് പറഞ്ഞു, എടാ നീ പെണ്ണുങ്ങളുടെ പീരീഡ്സ് ഡേറ്റ് ഒക്കെ പ്രവചിക്കുമെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് കളിയാക്കാണെന്ന്. അപ്പം ഞാൻ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോൾ എന്നോട് സത്യമാണ്, എൻ്റെ ഭാര്യ അവിടെയുള്ള കുറേ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ മുഹൂർത്തം എടുക്കാൻ ആ കുട്ടിയുടെ അച്ഛനും
ചിറ്റപ്പന്മാരോ അമ്മാവന്മാരോ ആരൊക്കെയോ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം നമ്മൾ ഈ മുഹൂർത്തം എടുക്കുമ്പം നമ്മളൊരു വിശ്വാസം എന്താണ്, പീരീഡ്സ് ഉള്ള സമയത്ത് അമ്പലത്തിൽ വെച്ച് കല്യാണം അല്ലെങ്കിൽ കല്യാണം ആ സമയത്ത് ചെയ്യില്ല. അപ്പം ഞാനൊരു 13 എന്ന് പറഞ്ഞൊരു ഡേറ്റ് കൊള്ളാം. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടിക്ക് 13-ാം തീയതി പീരീഡ്സ് ആണോ എന്ന് അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ ഉടനെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു, ശരി 13-ാം തീയതി കൊച്ചിന് പീരീഡ്സ് ആണോ? അപ്പോൾ അമ്മ പറഞ്ഞു, അതെ. ആര് പറഞ്ഞു? അത് ഹരിപത്രാവരും പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ അവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. എന്തൊരു മനുഷ്യനാണ് അയാൾ, 13-ാം തീയതി പീരീഡ്സ് പ്രവചിച്ചു എന്ന് പറയാം. അത് കോമൺ നടന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞത് ഇത് പ്രവചനം അല്ലെന്നേ. നമുക്ക് എങ്ങനെയാ പ്രവചിക്കുക? അതായത് പറഞ്ഞ പ്രവചനങ്ങളാണെങ്കിൽ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രമ്യയുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കണം, ഇല്ല പിന്നെ എങ്ങനെ പ്രവചനമാവുന്നേ? പ്രവചനം സംഭവിക്കണം, പ്രവചനത്തിന് പരിഹാരങ്ങളില്ല. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇന്ന ആള് പ്രവചിച്ചിരുന്നു, ഇന്ന സമയത്ത് ഫ്ലഡ് വരും, അല്ലെങ്കിൽ ഇത് വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ ആരായിരുന്നു, എന്താ പേര് മറന്നുവല്ലോ, ജപ്പാനിലെ ഓരോന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഭൂകമ്പം വരുന്നു, ലോകം നശിക്കും എന്ന് പറയണു, ഇങ്ങനെയൊക്കെ. നമുക്ക് ഞാൻ ഒരു കാര്യം പറയാം. കറക്റ്റ് എന്താ പ്രവചനം വരേണ്ടതെന്ന് വെച്ചാൽ, ഒരു വാഹന അപകടം ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വാഹനങ്ങൾ അപകടത്തിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനമാണ്, ഞെട്ടുന്ന പ്രവചനമാണ്. പക്ഷെ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ രമ്യക്ക് പ്രവചിക്കാം, ഈ 2025 തീരുന്നതിന് മുമ്പ് ഒരു വലിയ വാഹന അപകടം ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടുണ്ടാവുന്നേ. ഇനി എത്ര മാസം ഉണ്ടാവും? അപ്പം ഞാൻ പ്രവചിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2000 ഇപ്പം ഞാനൊരു ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ ഒരു പ്രസംഗം, വിമാന അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു വിമാനം തകർന്നു വീഴുന്നത് ഞാൻ കാണുന്നു, അതിൽ 90% നശിച്ചു പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 2025 കോടിക്കണക്കിന് വിമാനങ്ങൾ എല്ലായിടത്തും സർവീസ് നടക്കുന്നതിൽ എവിടെങ്കിലുമൊക്കെ ഒരു വിമാന അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുണ്ടായിരിക്കും. പിന്നെ വിമാന അപകടം ഉണ്ടായാൽ 90% തകർന്നു പോകുന്നുള്ളതും 100% ഉറപ്പാണ്. ഇതാണോ? എന്നാൽ അഹമ്മദാബാദിലെ ഇന്ന എയർപോർട്ടിൽ നിന്ന് അതല്ലേ പ്രവചനം. മറ്റേതിപ്പോൾ രമ്യക്ക് വേണമെങ്കിൽ 2026 ആദ്യം വന്നിരുന്നിട്ട് രമ്യ പറയുകയാണ്, ഞാൻ 2026 പ്രവചനം നടത്താൻ പോവുകയാണ്, 2026 ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുണ്ടായിരിക്കും. ജപ്പാനിൽ തന്നെ ഉണ്ടാവും. 2026 ഒരു വലിയ വിമാന ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഉണ്ടാകുമായിരിക്കാം. 2026 ഒരു തീവണ്ടി അപകടം ഉണ്ടാകാനുള്ള സാധ്യത എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. സാധ്യതകളുള്ളതാണ്. 2026 വലിയൊരു പ്രളയമുണ്ടായി ഒരുപാട് പേർ ദുരിതത്തിലാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഉണ്ടാകുമായിരിക്കാം. പക്ഷെ നിങ്ങൾ വലിയ പ്രവാചകനാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഒരു പ്രവചനം, ഒരു പ്രളയം എന്ന് പ്രവചിച്ചാൽ സമ്മതിച്ചേരാം. അല്ലാതെ അങ്ങനെ അതല്ലേ പ്രവചനം. അങ്ങനെ ആരെങ്കിലും അത് ഒരാളുടെ ഇന്ന ഡേറ്റും ഇന്ന സമയവും ഇന്ന മണിക്കൂർ എന്ന് പറഞ്ഞ് പ്രവചിക്കുന്ന ഒരാൾ അങ്ങനെ എങ്ങനെ പറ്റില്ല? അത് ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ രമ്യയെ ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണ്. രമ്യ 2026 പ്രവചനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്താൽ 100% നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ 2026 സംഭവിച്ചിരിക്കും. അതെ, ജനറലൈസ് ചെയ്ത് നമ്മൾ പറയാണ്, ലോകത്തെ എവിടെ വേണേലും ആവാം. ഈ ജനറലൈസ് ചെയ്താണ് പറയുന്നത്. അപ്പൊ ഒരു പ്രളയം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വരാം, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഈ പാവം വിശ്വാസികൾ, ഒരു അത്ഭുതകരമായ മനുഷ്യൻ, അത് അവർക്കും പ്രവചിക്കാം. ഈ വിശ്വാസിക്കും ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ 2025 തീരുന്നതിന് മുമ്പ് ഒരു പ്രളയം ഉണ്ടാവും. ഞാനിപ്പോൾ പ്രവചിക്കുകയാണ് 2025 തീരുന്നതിന് മുമ്പ് ഒരു പ്രളയം ഉണ്ടാവും. പക്ഷെ ഏത് സ്ഥലമാണെന്ന് എന്നോട് ചോദിക്കരുത്, എന്നാണ് ചോദിക്കരുത്, എവിടാന്ന് ചോദിക്കരുത്. ലോക അവസാനം ഇതൊക്കെ നമ്മൾ എത്ര നാളുകൾ, ലോക അവസാനം നമ്മൾ 2000 കേൾക്കുന്നതാ. 2000 മുതൽ കേൾക്കുന്നതാണ്. ഇത് ലോകം അവസാനിക്കാൻ പോകുന്നത് 2000 പേർക്കില്ല, ഉണ്ടാവില്ല. അതിന് മുമ്പേ ലോക പ്രവചന കാരണം ജപ്പാനിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പക്ഷെ ഞാൻ അത്ഭുതത്തോട് കേൾക്കുന്നത്, ഇതിപ്പോഴും ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് രമ്യ. നമ്മൾ ഇപ്പം ഞാനിതിൽ പറയുമ്പം ഞാൻ ഒരിക്കലും എനിക്ക് പോസിറ്റീവ് മറുപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്നാൽ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഇത് നിങ്ങൾക്ക് നടത്താവുന്ന പ്രവചനമാണോ? ഈ കമന്റ് ഇടുന്ന മനുഷ്യ, നിങ്ങൾക്കും ഈ പ്രവചനം നടത്താം, പക്ഷെ നിങ്ങൾക്ക് എക്സാക്ട് പറയാൻ പറ്റില്ല. ഇതൊരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ജ്യോത്സ്യന്മാർക്ക് പനി വരരുത്, ജ്യോത്സ്യന്മാർ ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല, യാത്രകൾ മുടങ്ങരുത്. ഇപ്പം ഞാൻ ദുബായി പോയി, ഇപ്പം ലാസ്റ്റ് ദുബായി പോയിട്ട് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് എയർപോർട്ട് അടച്ചത്. മറ്റേ ഖത്തറിൽ ഇറാൻ കൊണ്ടുവന്ന് ഇതിട്ട്. എന്താ പിന്നെ ഞാൻ വലിയ പ്രവാചകരാണെങ്കിൽ എനിക്ക് എന്താ വിമാനം മുടങ്ങുമെന്ന് അറിയാത്ത എന്താ എൻ്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടും എന്ന് എനിക്ക് എന്താ പ്രവചിക്കാൻ പറ്റാതെ? എന്താ പ്രവചനം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രം പ്രവചിക്കുക, ചില കാര്യങ്ങൾ പറ്റില്ല. അങ്ങനെ ഇല്ലല്ലോ, എല്ലാം പ്രവചിക്കണം. ഇത് പറഞ്ഞുകൊണ്ടൊരു അപകടം ഉണ്ടെന്ന് അറിയും. ഈ ജ്യോത്സ്യന്മാരുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, പണ്ടൊരു ജ്യോത്സ്യനെയൊക്കെ കുറ്റം പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയോ മോശം ഉണ്ടായപ്പോൾ ഇയാളുടെ കാര്യം പ്രവചിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രവചനമാണെന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നതുകൊണ്ടാണ്. ഒരു ജ്യോത്സ്യന് അറ്റാക്ക് വന്നാൽ ഇയാൾക്ക് എന്താ നേരത്തെ ഇങ്ങനെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രതിവിധി എടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും?
ഒരു ജീവിതത്തിൽ ഒരു ജോലിസിന് കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ ഇയാൾക്ക് എന്താ പ്രവചിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും? ഇത് പ്രവചനമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്, മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകൾ. അതേപോലെ ചൊവ്വാദോഷത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഇതിന്റെ കൂടെ അതും കൂടെ ചേർത്ത് ചോദിക്കുകയാണ്. ചൊവ്വാദോഷമുള്ള കുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നതൊക്കെയാണ്, ആ നാളിനൊപ്പം ചേർന്ന നാൾ മാത്രമേ കിട്ടാവുള്ളൂ. ഇതൊക്കെ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഹിന്ദുക്കളാണ് ഇതിൽ വിശ്വസിക്കുന്നത്. ഇതേപോലത്തെ ദോഷവും കാര്യങ്ങളും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും മറ്റു ജാതിക്കാർക്കുമുണ്ട്. അവരിതൊന്നും നോക്കുന്നില്ല, അവർ കല്യാണം കഴിക്കുന്നു. പക്ഷെ നമ്മളിലെ വിശ്വാസികൾ അത് പേടിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്നു. ചിലർ കല്യാണം കഴിച്ചപ്പോൾ പറയുന്നു, അയ്യോ ചൊവ്വാദോഷമുള്ള കുട്ടിയായിരുന്നു, അതുകൊണ്ട് അതേ എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചു. ഇതിലൊക്കെ അപ്പോൾ എന്താ ഹരിച്ചേട്ടാ സത്യം? നമ്മൾ ഈ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം നോക്കുന്ന ഒരു കാര്യമാണ്. 10 പൊരുത്തം ഉത്തമമാണെന്ന് പറഞ്ഞ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും ധന്യമായി പോകില്ല. 10 പൊരുത്തം തീർത്ത് വരത്തില്ല, 9 പൊരുത്തം വരെയൊക്കെ വരും. 10 പൊരുത്തം ഉത്തമമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും ധന്യമായി പോകത്തില്ല. രമ്യ കോടതികളിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ്. അതിൽ പൊരുത്തം നോക്കിയവരും ഉണ്ടാവും, നോക്കാത്തവരും ഉണ്ടാവും. കൂടുതൽ ഡിവോഴ്സ് അതാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം അതിൻ്റെ കാരണം. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ, ഇപ്പം നമ്മൾ ഈ മുത്തലാഖ് എന്നൊക്കെ പറയുന്നെങ്കിലും പുറത്തൊക്കെയാണ് അത് കൂടുതൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒന്ന് ഡിവോഴ്സ് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ പള്ളി കമ്മിറ്റിയുടെ ഇവർ ജമാഅത്തിലൊക്കെ പരാതി കൊടുക്കും, അവർ വിളിച്ച് സംസാരിപ്പിക്കും, ഉസ്താക്കന്മാർ വിളിച്ച് സംസാരിക്കും. അല്ല ചുമ്മാ കയറി ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ക്രിസ്ത്യാനി ഡിവോഴ്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവരുടെ പള്ളി ഇടപെടും, അച്ഛൻ ഇടപെടും, അവരുടെ പള്ളി കമ്മിറ്റിയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെട്ട് സംസാരിക്കും. ഓപ്ഷനുകളുണ്ട്. പക്ഷെ ഒരു ഹിന്ദു ഡിവോഴ്സ് ചെയ്യണം തീരുമാനിച്ചാൽ ആരോട് ചോദിക്കും? ആര് പോയി സംസാരിക്കും? ഇത് ചെയ്യേണ്ട ആരാന്നറിയോ? ജ്യോതിഷികളാണ്. ജ്യോതിഷികൾ എന്ന് പറയുന്നത് പൊരുത്തം നോക്കാൻ വരുന്ന ആളുകൾക്ക് കേവലം പൊരുത്തം നോക്കി ഉത്തമം അധമം മധ്യമം എഴുതി കൊടുക്കുന്നത് മാത്രമാകരുത്. ആ കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ഈ കാണുന്നതല്ല ജീവിതം. 2 ക്യാരക്ടറുള്ള ആളുകളാണ്, 2 വീട്ടിൽ ജനിച്ച ആളുകളാണ്, 2 അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, 2 സ്വഭാവ രീതികളിൽ വളർന്നു വന്നവരാണ്, 2 ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണ്, 2 പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരാണ്, 2 സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾ ഒന്നിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാവും. 100% ഉണ്ടാവും രമ്യ. എല്ലാ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പം അവരെത്ര നല്ലതാന്ന് തോന്നി, ഒരു നല്ലതുമല്ല. അവിടെ അടിയുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ഇത് ആരെ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു ജ്യോതിഷിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ ജ്യോതിഷികൾ കേവലം ചൊവ്വാദോഷം നോക്കി, അല്ലെങ്കിൽ അത് നോക്കി, മരിക്കാൻ പോകും നോക്കി, പരിഹാരം ചെയ്തു തരാം, ലക്ഷങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ചെറിയ വിഭാഗം ജ്യോതിഷികൾ മാറുമ്പോൾ ഇപ്പുറത്ത് ഹൈന്ദവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ടയും ചെയ്യുന്ന ആളുകളാണ് ഈ മാറിപ്പോകുന്നത്. കുടുംബജീവിതങ്ങൾ അങ്ങനെയാണ് കുഴപ്പത്തിലേക്ക് പോകുന്നത്. പൊരുത്തത്തിലേക്ക് വരാം, ഈ ചൊവ്വാദോഷത്തിലേക്കും വരാം. അപ്പോൾ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ക്യാരക്ടറുകൾ തമ്മിലുള്ള പൊരുത്താണ് രമ്യയെ നമ്മൾ നോക്കുന്നത്. അതിൽ ഒരു പദ്യത്തിൽ ഒരു രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. പദ്യം: നിസ്സന്താനേ സസൂനും നിരവധികരണം നിർദ്ദയേ നിസ്വദാട്യേ നിസ്തൂലം വിത്തനാദം സ്വരിജമരുജുജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃദ്ധം ച വിദ്യാരഹിത ഇത് മൃതിസ്ഥാനദോഷം സമാന എന്ന് പറഞ്ഞ പദ്യത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറയുന്നുണ്ട്. ഒത്തിരി കാരുണ്യമുള്ള ഒരാൾ, ഒട്ടും കാരുണ്യമില്ലാത്ത ഒരാൾ, ഇത്തിരി കാരുണ്യമുള്ള ഒരാളെ കിട്ടുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇയാൾ എല്ലാവരോടും റഫായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് ആ പാർട്ട്ണർ പോട്ടെ, ഒന്ന് ഈ വൈഫ് വെറുതെ ഇങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ പോട്ടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ, അത് കോംപ്രമൈസിങ് ആണ്. ആ ഒരു രീതിയിൽ അതാണ് ഈ പൊരുത്തം എന്ന് പറയുന്നത്. ക്യാരക്ടറുകൾ തമ്മിലുള്ള പൊരുത്തത്തിലാണ് ഇത് പറയുന്നത്. ചൊവ്വാദോഷം, മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാൻ പോവാണ്. ആ സമയത്താണ് നമ്മൾ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്നിട്ട് കറങ്ങുന്നത്. നോക്കിക്കൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൈന്ദവരായിട്ടുള്ള പെൺകുട്ടികൾ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വിവാഹം കഴിക്കാതെ വീടിനുള്ളിൽ നിന്നു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഇതിനോടൊരു മടുപ്പ് തോന്നും. അപ്പോഴാണ് ഈ സഹോദര മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഈ ചൊവ്വാദോഷമില്ല, ഇങ്ങ് പോരൂ എന്ന് പറയുമ്പം ഈ കുട്ടികൾ ഫെഡപ്പ് ആകുകയാണ്. ഇവർ ചിന്തിക്കുക, എന്തിനാണ് ഞങ്ങൾ ഇതിൽ കടന്നിട്ട് ഇങ്ങനെ നരകിക്കുന്നത്? ചൊവ്വാദോഷമില്ലാതെ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഞാനിത് പറയുമ്പം എന്നെ എതിർക്കാൻ വരും. എടോ, ഞാൻ പറയുന്നത് ഹൈന്ദവ പെൺകുട്ടികൾ വളരെ മര്യാദയ്ക്ക് അവരുടെ വിവാഹപ്രായത്തിൽ അവർ വിവാഹം കഴിച്ച് നല്ലതുപോലെ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെയായി കുടുംബസ്ഥരായി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണിത് പറയുന്നത്. അല്ല അവരുടെ കല്യാണം മുടക്കാനല്ല. പൊരുത്തം നോക്കുന്നത് ഒരാളുടെ വിവാഹം മുടക്കാനല്ല, പൊരുത്തം നോക്കുന്നത് ഒരാളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ചിന്ത വേണം. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ജാതകത്തിന്റെ ലഗ്നം, അതാ ജ്യോതിഷത്തിന്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ്, ജ്യോതിഷത്തിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്. ലഗ്നത്തിന്റെ 7ലോ 8ലോ ചൊവ്വ നിന്നാൽ സ്ത്രീ ജാതകത്തിൽ അത് ചൊവ്വാദോഷവും, പുരുഷ ജാതകത്തിൽ ലഗ്നത്തിന്റെ 7ൽ ചൊവ്വ നിന്നാൽ അത് ചൊവ്വാദോഷവുമാണെന്നാണ്
പ്രിലിമിനറി ആയിട്ട് പറയുന്നത് രമ്യയെ, എന്ത് സംഭവം എന്നറിയോ, ലഗ്നാൽ 7-ലോ 8-ലോ ചൊവ്വ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അയാൾ കുറച്ച് അഗ്രസീവായി പെരുമാറുന്ന ആളായിരിക്കും, കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും, കുറച്ച് ഇമോഷണലി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇമോഷണലി പ്രതികരിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ അവരുടെ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. അവർക്ക് ചേരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ലഗ്നാൽ 7-ല് ചൊവ്വ നിൽക്കുകയോ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ചെയ്യുന്ന പയ്യന്റെ സ്വഭാവമാണ്. ഇത് യോജിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെ പറഞ്ഞ് ചൊവ്വ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് വിശ്വസിക്കുന്നവരായിട്ട് ഈ വിശ്വാസികൾ മാറുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ കുട്ടികൾ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നേരത്തെ കെട്ടിച്ചു വിടും. മണ്ടത്തരാണ്. അതിലേക്ക് ഞാൻ രണ്ടാമത് ഒന്നുകൂടെ വരാം ആ കാര്യത്തിൽ. ഇപ്പൊ ഇതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് രണ്ട്, രമ്യെ, നമ്മൾ ശരിക്കും ജ്യോതിഷത്തിലെ ഗ്രന്ഥങ്ങൾ ഡീപ്പായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഈ ചൊവ്വ എന്നൊക്കെ പറഞ്ഞ് ഈ ട്രോളാൻ വേണ്ടിയും മറ്റുള്ളവർ എടുക്കുന്നതിനപ്പുറം ജ്യോതിഷം പോലും ഇതൊരു അപകടകാരിയാന്ന് പറയുന്നില്ല. ചതുസപ്തമ അഷ്ടമകേ ഭൗമേ മേഷ കർക്ക അളിനക്രകേ യഥാരാശോ ശുഭം പ്രോക്തം കുജദോഷോ ന വിദ്യത എന്നൊക്കെ പറഞ്ഞ് നിരവധി പദ്യങ്ങളുണ്ട്. മേടം, കർക്കിടകം, വൃശ്ചികം, മകരരാശിയിൽ ചൊവ്വയില്ല, ആ ലഗ്നത്തിലുള്ളവർക്ക് ചൊവ്വയില്ല, ചില ഭാവങ്ങളിൽ ചില ദൃഷ്ടികൾ ഉണ്ടായാൽ ചൊവ്വാദോഷമില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടെന്നേ. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് പലരും പറഞ്ഞു കൊടുക്കത്തില്ല. ഇനി വേറൊരു പദ്യമുണ്ട്, ഭൗമതുല്യോ യഥാ ഭൗമേ പാപോവാദാദൃശോ ഭവേത് ഉദ്വാഹശുഭത പ്രോക്ത ചിരായു പുത്രപൗത്രവ. നിങ്ങൾ ചൊവ്വയുള്ളവർക്ക് ചൊവ്വ തന്നെ വേണമെന്നില്ല, ആദിത്യനോ ശനിയോ രാഹുവോ ഇതൊക്കെ മതി എന്നൊക്കെ പറയുന്നുണ്ടെന്നേ. പക്ഷെ ഇത് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടവർ? ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഹൈന്ദവ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് സുരക്ഷിതരായി ജീവിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട്, ഇപ്പം ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങളെയല്ല, ഇതിന് താഴെ കമൻ്റ് ഇടാൻ വരുന്നവർ ഇവിടെ ഇരുന്നിട്ട് ഹിന്ദു പെൺകുട്ടി മുസ്ലിമിനെ കെട്ടി, ഹിന്ദു പെൺകുട്ടി ക്രിസ്ത്യാനിയെ കെട്ടി എന്ന് പറയുമ്പോൾ, എടോ നിന്നോട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ എന്തിനാണ് കല്യാണം കഴിപ്പിക്കാതെ നിർത്തുന്നത്? അത് തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? ജ്യോതിഷത്തിൻ്റെ മറവിൽ അത് ചെയ്യരുത്. ജ്യോതിഷം അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ജ്യോതിഷത്തിന് എതിരല്ലല്ലോ, പദ്യങ്ങൾ ചൊല്ലിയിട്ടല്ലേ പറയുന്നത്. ജ്യോതിഷത്തിലെ നിയമമല്ല. ഇതെന്തിനാണ് ഇങ്ങനെ മാറ്റി പറയുന്നത്? ആ ചൊവ്വാദോഷമുണ്ട്, ഒരു പരിഹാരമൊക്കെ ചെയ്ത് ഒരു 30,000 രൂപ കൊണ്ടുവരൂ എന്ന് പറയാനാണ്. എന്തിനാണ്? തെറ്റല്ലേ? ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബത്തെ അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടുണ്ടോ? പിന്നെ രമ്യ ചോദിച്ചൊരു ചോദ്യം, പ്രായം 19-20 വയസ്സിലൊക്കെ കുട്ടികളെ കല്യാണം കഴിച്ച്, രമ്യ നോക്കി എത്ര കുട്ടികളാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് പേരൻസിനോടാണ് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം. നിങ്ങളുടെ കുട്ടിക്ക് 27-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 27-ാമത്തെ വയസ്സിലെ ജോലി കിട്ടും എന്ന് ഒരു ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. 25-ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ, ചെയ്യത്തില്ലയോ? തീർച്ചയായിട്ടും അവർ ചെയ്യും. അല്ല, അതിപ്പം അയ്യോ ജാതകത്തിൽ 27 ഇപ്പൊ പറ്റില്ല എന്ന് പറയില്ലല്ലോ. അപ്പൊ എന്താ, ഓപ്ഷനബിൾ ആണ്. നിങ്ങളോട് 19 വയസ്സെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ. ചില ആൾക്കാർ 19 വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 36 വയസ്സിലെ കല്യാണം ഉള്ളത് 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു, അയ്യോ അത് നിന്റെ ജാതകത്തിൽ അങ്ങനെയുണ്ട്, അതുകൊണ്ട് എൻ്റെ മോളെ പെട്ടെന്ന് കല്യാണം കേൾപ്പിച്ചു വിടണം. ഇതൊക്കെ ഞാനും വളർന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ എൻ്റെ കൂടെയുള്ള പലരുടെയും പറഞ്ഞു കേൾക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഇതിലൊന്നും ഒരു രമ്യ അടുത്തൊരു ഓപ്ഷൻ സമയം തൊട്ടടുത്തുണ്ട് രമ്യ. ചില നല്ല ഗ്രഹങ്ങളുടെ അപകാരങ്ങൾ അതേ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഇതുപോലെ ഇരിക്കും. രമ്യ മനസ്സിലാക്കേണ്ടത്, ഇത് സാധാരണ സ്വാത്വികമായി ജീവിക്കുന്ന ഒരുപാട് ജ്യോതിഷികളുണ്ട്. അവർ വളരെ മാന്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം എനിക്കൊരു പെൺകുട്ടിയുടെ വോയിസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. വിദേശത്താണ് ആ കുട്ടി. പണ്ട് ഇതിനെ 19 വയസ്സ് കെട്ടിക്കണം എന്ന് പറഞ്ഞ് വീട്ടുകാർ ബഹളം ഉണ്ടാക്കി. ആരോ രമ്യ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ 32-ാമത്തെ വയസ്സിൽ നടക്കുമെന്ന്. അപ്പം ആ അമ്മ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന അമ്മയായിരുന്നു. ഞാൻ ആ അമ്മയെ വിളിച്ചു. ഈ കുട്ടി പറഞ്ഞ അമ്മയൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി ജോലി കിട്ടാതെ ആ കുട്ടിയെ കെട്ടിച്ചു വിടരുത്, ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിന്നിട്ടേ കെട്ടിച്ചു വിടാവും. ഇപ്പം ആ കുട്ടി അയച്ച ആ കുട്ടിക്ക് ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ജോലി കിട്ടുകയും ഭർത്താവ് കല്യാണം കഴിയുകയും ഒരു കുഞ്ഞാവുകയും ഈ അമ്മ ഇപ്പം അവിടെ അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ നോക്കണം, അവരെ സ്വന്തം കാലിൽ നിർത്തണം, അവരെ സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അല്ല ജ്യോതിഷത്തിൽ പറഞ്ഞെന്നോ ജ്യോതിഷി പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കുട്ടി സ്വന്തം കാലിൽ നിൽക്കാതെ കെട്ടിച്ചു വിട്ടാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കുട്ടി മരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം അവർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, 19 വയസ്സ് കെട്ടിക്കണം എന്നൊരു ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ചോദിക്കണം. ഇല്ലെന്ന് പറയുന്ന ആളുടെ അടുത്ത് പിന്നെ പോകാതിരിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കാണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോഴാണ് ചിലർ പറഞ്ഞത് 19 കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് 36-40 വയസ്സിലായി. എങ്ങനെയാ പറ്റുക? ഇപ്പൊ രാഹുർദശ 20-ാമത്തെ വയസ്സ് ഒരാൾക്ക് രാഹുർദശ തുടങ്ങിയ പിന്നെ 38 വയസ്സിലെ രാഹുർദശ തീരൂ. അപ്പൊ നിങ്ങൾക്ക് 38 വയസ്സ് കല്യാണം ഇല്ല. ഈ രാഹുർദശയിൽ നല്ല ഗ്രഹങ്ങളുടെ അപകാരങ്ങൾ വരും. ആ അപകാര സമയത്ത് കെട്ടിച്ചു വിടാം. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന
വളരെ സാഡിസമാണ് കാണിക്കുന്നത്. ആ കുഞ്ഞ് 20 വയസ്സ് 19 വയസ്സ് ജോലി കിട്ടാതെ അതിനെ കെട്ടിച്ചു വിടുന്നത് എന്തൊരു ദ്രോഹമാണ്, ക്രൂരതയാണ്. എന്നിട്ട് ഈ കുട്ടി സൂയിസൈഡ് ചെയ്യുമ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. ഇന്നൊരു അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്യാപ്ഷൻ ആകട്ടെ, ഞാൻ കയറി കണ്ടില്ല, നിശ്ചയം കഴിഞ്ഞപ്പോഴേ ഇവൻ മോശക്കാരനാണെന്ന് അറിഞ്ഞു, എന്നിട്ട് ഞങ്ങളെ കെട്ടിച്ചു. എന്തിന്? ആരെ ബോധ്യപ്പെടുത്താനാണിത്? നാട്ടുകാരെയോ ഈ സമൂഹത്തെയോ? സമൂഹത്തെ പേടിച്ചാണോ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കെട്ടിച്ചു വിടേണ്ടത്? സമൂഹം എന്തെങ്കിലും പറയുന്നു പറഞ്ഞിട്ടാണോ? നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞല്ലേ സ്ത്രീധനം വേണമെന്ന് പറയുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു പശുവിനെ വളർത്തി, ആ പശുവിനെ നമ്മൾ അങ്ങോട്ട് ഒരാൾക്ക് വിറ്റാൽ ഇങ്ങോട്ട് പൈസ മേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സാധനം നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാക്കിക്കൊണ്ട് വന്നു, എടാ നമ്മൾ അതിനെ കൊടുക്കുന്ന ഇങ്ങോട്ട് പൈസ മേടിച്ചാ. കാരണം നമ്മളുടെ ഒരു ജീവൻ കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന എന്തുവാ? വേസ്റ്റാണ്. വേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ മാലിന്യമുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ മാലിന്യം ഇതൊന്നുകൊണ്ട് കളയണേ, ഞങ്ങൾ കുറച്ച് പൈസ തരാം, അതല്ലേ ചെയ്യുന്നേ? അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ മാലിന്യങ്ങളാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? പറ്റില്ല എന്ന് പറയണം. ഏത് പേരൻസ് ആണ് പറ്റില്ല എന്ന് പറയണം? ഒരു ജോലിച്ചൻ 19ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. എന്നുള്ള അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ പിടിച്ച് കെട്ടിച്ചു വിട്ടിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി അവരെ ഉപദ്രവിക്കുന്നു. പിന്നെ അവർ മരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് സോഷ്യൽ മീഡിയ പ്രത്യേകം പറയാം, ഞാനിത് പറയുമ്പോൾ ഒന്നും കേൾക്കാതെ വേണേ കുറേ പേര് ഇരുന്നിട്ട് നിനക്കിത് വിശ്വാസം ഇല്ലെങ്കിൽ പോകും, നിനക്കിത്. എടാ ഞാൻ പറയുന്നത് ജ്യോതിഷ നിയമമാണ് പറയുന്നത്, ജ്യോതിഷത്തിലെ നിയമം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആകണം, സ്വന്തം കാലിൽ നിൽക്കണം, പക്വതയുണ്ടാകണം. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായില്ലെങ്കിൽ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല. അവരവിടെ കിടക്കേണ്ടി വരും, അവർ അടിമയെപ്പോലെ കഴിയേണ്ടി വരും. അതേസമയം സ്വന്തം കാലിലാണെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ല. അത് അത്യാവശ്യമായിട്ട് ചെയ്യണം രമ്യ. അല്ലാണ്ട് ഞാൻ പറയില്ല, ഇപ്പം രാഹുർദശ 18 വർഷം, ഇപ്പം ശനിദശ 19 വർഷമാണ്. 20 വയസ്സ് തുടങ്ങുന്ന ഒരാൾക്ക് 39 വയസ്സ് വരെ ശനിദശയാണ്. പിന്നെ 39 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ശുക്രൻ്റെ അപകാരം വരും, വ്യാഴത്തിൻ്റെ അപകാരം വരും, ബുധൻ്റെ അപകാരം വരും, നല്ല ഗ്രഹങ്ങളുടെയൊക്കെ അപകാരം വരും. ഇഷ്ടംപോലെ സമയമുണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്ന ആടെ ബുദ്ധി പോലെ ഇരിക്കും. അപ്പം എന്ത് ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ? വേറെ രസകരമായൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ കുറച്ച് സീരിയസ് ആയി പോയതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടില്ല. ചേട്ടൻ സൂര്യയിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു പെൺകുട്ടി ചേട്ടനെ വിളിച്ചിട്ട് എനിക്ക് സാറേ എനിക്ക് പ്രണവ് മോഹൻലാലിനെ കല്യാണം കഴിക്കണം, ചേട്ടൻ ഓർക്കുന്നുണ്ടോ ആ കോള്? അതൊക്കെ ശരിക്കും സംഭവിച്ചതാണോ അത് ചുമ്മാ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? പക്ഷെ ശരിക്കും അത് നമ്മുടെ ചാനലിന്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയാം. ഇപ്പൊ ഞാൻ ഇവിടെ അപ്പൂസിനോട് കുറച്ച് പറയുമ്പോൾ ഇത്ര മെസ്സേജ് ഒക്കെ വരുമെന്ന് ചോദിച്ചാൽ 100 ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. ഈ ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും. പിന്നെ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ നമ്മളാണ് എടുക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ജനറൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കല്യാണം, എൻ്റെ മോടെ കല്യാണം എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം ഇഷ്യൂ ആണ്. ഇതല്ലാത്തത് അവരാണ് സെലക്ട് ചെയ്യുന്നത്. സൂര്യ TV സെലക്ട് ചെയ്തിട്ട് അവർ എനിക്ക് കോള് കണക്ട് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് ആ കുട്ടി മോഹൻലാലിനോട് വലിയ, പക്ഷെ പിന്നീട് ഇവർ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, മോഹൻലാലിനോട് വലിയ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. പിന്നെ ഇവരെന്തോ സംസാരിക്കുകയൊക്കെ ചെയ്തു, പ്രണവ് മോഹൻലാലിനെ കണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. പുറകെ പോയില്ല. ഈ ബാലൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് എന്തോ വന്നൊരു സാധനം അങ്ങനെ വന്നതാണ് അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോ ഇനി സ്ക്രിപ്റ്റഡ് ആണോ എന്നല്ലേ. അപ്പൊ ലാലേട്ടന്റെ കൂടെ ഇതിനോട് ചേർത്ത് ചോദിക്കാം. ലാലേട്ടന്റെ ജാതകത്തിലുണ്ട്, ലാലേട്ടന്റെ വലിയൊരു ഫാനാണ് ഹരിച്ചേട്ടൻ, അതും എനിക്ക് നന്നായിട്ട് അറിയാം. ലാലേട്ടന്റെ ജാതകത്തിലുണ്ട് ലാലേട്ടൻ കൈവയ്ക്കുന്ന മേഖല അതിൽ ഏതാണെങ്കിലും അദ്ദേഹം രാജാവായി തന്നെ നിൽക്കുമെന്നുള്ളത്. അതിലും അപ്പം അതൊക്കെ ഈ പറയുന്നതും അതൊരു പ്രവചനമല്ല, പക്ഷെ അതൊരു പ്രവചനമല്ല. അദ്ദേഹം കൈവെക്കുന്ന മേഖലകളെല്ലാം നല്ലതാകും എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമല്ലേ? അങ്ങനെയാകട്ടെ, ഭാവിയിലും അങ്ങനെയാകട്ടെ. അദ്ദേഹം കൈവെക്കുന്ന, ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു വലിയ താഴ്ച ഉണ്ടായാൽ ടക്കെന്ന് അദ്ദേഹം ഉയർച്ചയിലേക്ക് കയറി വരും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൈ ആണ്. ഒരു വലിയ ആൾക്കൂട്ടമൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര. ഞാൻ ഓർക്കുന്ന പത്തനാപുരത്ത് ഒരു പ്രോഗ്രാമിന് വരുമ്പോഴേ ഇദ്ദേഹം വന്നിങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഇത്രയും വലിയ ആൾക്കൂട്ടം കണ്ടപ്പം അത് ഇത്ര ആളോ എന്ന് വെച്ചാൽ ഇപ്പോഴും സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര നാണം കുണിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പലരും ഈ അദ്ദേഹത്തെ മീഡിയ ഒക്കെ വിളിച്ചിരുത്തുമ്പോൾ എന്താ നിങ്ങൾ പോയി പത്രസമ്മേളനം നടത്താത്ത, എന്താ പറയാത്തേ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം അത് ഭയങ്കര ഷൈ ആണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇവരെ മറുചോദ്യം ചോദിക്കാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ ചില ക്യാരക്ടറാണ്. അങ്ങനെ ജാതകത്തിലുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പം നമ്മുടെ ജാതകം എഴുതുന്നതാണെങ്കിലും നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ കുട്ടിയുടെ ജാതകം എഴുതും. അപ്പൊ അതിനകത്ത് എഴുതുന്നതും ഈ സൂചനകളല്ലേ, പ്രവചനങ്ങളെ അല്ല. പ്രവചനമാണെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിലെഴുതുന്ന സൂചനകൾ അതെല്ലാം അറിവുള്ള ഒരു ജ്യോത്സ്യനാണ് ആ ജാതകം എഴുതിയെങ്കിൽ അത് കറക്റ്റ് ആണ്. ഒരു കാര്യം കൂടെ പറയാം, ഈ ജാതകം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരോട് ഒരു കാര്യം പറയാം. ഇപ്പൊ ആരും ഡെഡിക്കേറ്റഡ് ആയിട്ട് ജാതകങ്ങൾ എഴുതുന്നവരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ജാതകം എൻ്റെ അച്ഛനൊക്കെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദിവസങ്ങളോളം ഇരിക്കണം. ഈ ഒരു ജാതകം എഴുതുക എന്ന് പറഞ്ഞാൽ
ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ രമ്യ എടുത്തൊരു കാര്യം, ഇപ്പം ലഗ്നം എന്നൊരു ഭാവം, നമ്മൾ ജ്യോതിഷത്തിൽ ലഗ്നം എന്നൊരു ഭാവമുണ്ട്. അങ്ങനെ 12 ഭാവങ്ങളാണ് ഉള്ളത്. ഇതൊരു ടെക്നിക്കൽ ചിലപ്പം അതെ, പക്ഷെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവോ, അതെന്തുവാടെ ഇനി പറഞ്ഞ് തെറിയൊന്നും പറയരുത്. ജ്യോതിഷത്തിലെ നിയമമാണ്. ലഗ്നഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദേഹസ്ഥ അവയവ സുഖ സുജ്വരാസ്തി ജ്ഞാന ജന്മസ്ഥല കീർത്തി സ്വപ്ന ബല യതി നൃപനയ ആയുംഷി ശാന്തിർവയ ചേഷ്ട കൃത്യ അഭിമാന ദ്യൂപന പരദ്യൂതംഗ മാനധ്വജോ നിദ്രാജ്ഞാന ധനാപഹാര നിർതിരസ്കാര സ്വഭാവാരുജ വൈരാഗ്യ പ്രകൃതീജ കാര്യകരണം ജീവക്രിയാസൂദ്യമോ മര്യാദ പ്രവിനാശനം ദ്യുതിപവേ സ്വർണ്ണ അപവാദ സിദ്ധുച്ചാൽ ഇത്രയേറെ ഇതിലുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരു ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ 12 ഭാവങ്ങൾ. പിന്നെ ഇതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടുള്ള ചിന്ത, അത് അംശകിച്ചിരിക്കുന്ന ചിന്ത, അതിലേക്ക് നോക്കുന്നതിൻ്റെ സ്ഫുടത്തിൽ ഇങ്ങനെ ഒരു 100 കണക്കിന് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്ന് കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് ഒരു ജാതകം എഴുതുന്നത്. എഴുതണമെങ്കിൽ ഒന്ന് അയാൾ 100% അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അത്രയും സ്റ്റഡി ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. അത്രയും ദിവസം എടുക്കും, അത്രയും സമയം എടുക്കും. ഇന്നില്ല സോഫ്റ്റ്വെയർ കിട്ടുന്നത് ഇങ്ങോട്ട് എടുത്ത് പകർത്തി കൊടുക്കും. എനിക്ക് വേണം ഇത് പറ്റുന്ന കാര്യമാണ്, പക്ഷെ ഞാൻ ചെയ്യില്ല. ഞാൻ എഴുതത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സിൻസിയറായിട്ട് എഴുതാൻ പറ്റത്തില്ല. കാരണം അതിന് ആർക്കാണ് സമയം രമ്യ? ഇല്ലെങ്കിൽ പിന്നെ അത്ര വലിയ പ്രശസ്തരല്ലാത്ത, ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛനെയൊക്കെ മാതിരി വളരെ സ്വാത്വികമായി ഇങ്ങനെ അച്ഛനൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് എവിടെയും കറങ്ങാൻ പാ നോക്കും. ആ സമയത്ത് എഴുതത്തില്ല. മനസ്സിലായി? പിന്നെ ഇതിലൊരു ചെറിയൊരു അപകടമുണ്ട് ഈ ജാതകത്തിൽ. അതായത് ചിലർ ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും ജാതകത്തിൽ എഴുതും. നല്ല കാര്യങ്ങൾ എഴുതാം, മോശ കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പം ലഗ്നത്തിൽ ഒരു ശുഭഗ്രഹമാണ് നിൽക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ പാപേ ലഗ്നഗതേ പരാജയ ശിരോരുക് ദുഃഖ ദുഷ്കീർത്തയ സ്ഥാനഭ്രംശതനക്ഷയാത് അഖില ശരീര സ്വാസ്ഥ്യ ദുഃഖാന്യത എന്നൊരു പദ്യമുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ പരാജയം ഉണ്ടാകുക, ദുഷ്കീർത്തി ഉണ്ടാകുക, അങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പുറത്ത് അവിടെ നിന്ന് ഒരു ശുഭഗ്രഹം നിന്നാൽ സൗമ്യ ലഗ്നഗതയെ സുഖസ്ഥിതി ജയ ആരോഗ്യ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധി, നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ക്രോഡീകരിച്ച് എഴുതുമ്പോൾ നെഗറ്റീവ്സും എഴുതും, പോസിറ്റീവ്സും എഴുതും. നമ്മുടെ മനുഷ്യരുടെ ഒരു പ്രശ്നം എന്താ അറിയോ, നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യും. ഒരു MBA പഠിക്കുന്ന കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, ജാതകത്തിൽ പരാജയം എന്നൊരു സമയത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെടുന്നതുകൊണ്ട് ഞാൻ പഠിത്തം നിർത്തിയെന്ന്. അപ്പോൾ ഇതൊരു അപകടമാണ്. ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കും ഇവർ വായിക്കാൻ വരുവാകുമ്പം ചിലപ്പോൾ ഈ നെഗറ്റീവ് എടുത്തിട്ട് തലയിൽ കയറ്റി വയ്ക്കും. അപ്പം അങ്ങനെ ഒരു അപകടം ഇതിലുണ്ട്. പക്ഷെ സൂചനകളാണ് ജാതകം, അല്ലാതെ അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ നമ്മളെ കാര്യം ഓരോ ദിവസം ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ എഴുതി വെച്ചെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്തിനാണ് പരിഹാരം? അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ കഴിവതും ജാതകം ഞാൻ എഴുതി കൊടുക്കില്ല. കാരണം എനിക്ക് ഞാൻ ചെയ്യുന്നെങ്കിൽ വൃത്തിക്ക് ചെയ്യണം. എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ജ്യോത്സ്യത്തിൽ പറയുന്ന പോലെ തന്നെയാണ് ചേട്ടാ, നമ്മുടെ കൈരേഖ നോക്കി പലരും പ്രവചിക്കാറുണ്ട്. ഇപ്പം നമ്മളിതിൽ പറയുമ്പം ശ്രീനിവാസ് ചേട്ടൻ്റെ കൈരേഖ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായിട്ട് ശ്രീനേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ കൈരേഖയിലും വാസ്തവമാണ്. ഒന്നാമത് ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു ടോപ്പിക്കാണത്. അതിലങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരാൾ പറഞ്ഞ് പോസിറ്റീവായിട്ട് ഒരാൾക്ക് ഒരു കാര്യം നടക്കുന്നെങ്കിൽ അത് നല്ലതാണ്. ഞാൻ പറയുന്നത് കൈനോട്ടമാണെങ്കിലും മഷിനോട്ടമാണെങ്കിലും ഒരാളുടെ ജീവിതത്തെ നല്ലതാക്കാൻ അത് ഉപകരിക്കുന്നു എങ്കിൽ നല്ലത് തന്നെയാണ്, എടുക്കുക. മോശത്താക്കാനാണ് ഉപകരിക്കുന്നത്, പൈസ ഉണ്ടാക്കാനാണ് അവരത് എടുക്കുന്നതെങ്കിൽ തള്ളിക്കളഞ്ഞേക്കുക. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ ഈ രേഖകൾ ഓരോ ഈ വരയുടെ അർത്ഥം ഇതാണ്, ഈ കയ്യിൽ കുറെ ലൈൻസ് വന്നാൽ അതിനർത്ഥം ഇങ്ങനെയൊക്കെ കൈരേഖക്കാർ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കൈ മടക്കി നമ്മളിൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന രേഖയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനത് പഠിക്കാത്തൊരു കാര്യത്തിൽ, ഞാൻ ജ്യോതിഷത്തിൽ എന്താ പറയുന്നത്, ഞാനത് പഠിച്ചതുകൊണ്ടാണ് അതിനെ. ഈ പഠിക്കാത്തൊരു കാര്യത്തിൽ ഞാൻ ഇത് തെറ്റാണ് എന്ന് പറയുന്നതിനോട് അതൊരു ശരിയുള്ള കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതങ്ങ് വിട്ടേക്കാം. ഓക്കെ. പിന്നെ ഇപ്പൊ കുറെ കുട്ടികൾ ചിലപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരുന്നുണ്ടോ, ഇപ്പത്തെ എനിക്ക് അറിയില്ല, എൻ്റെയൊക്കെ സമയത്തൊക്കെ എനിക്കറിയാം, നമ്മൾ കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോടെങ്കിലും ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിലിങ്ങനെ ജോലിസ് നോക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പിള്ളേർ ഇന്നേടാ നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല എന്ന് അറിയാൻ വേണ്ടി ജോലിസിൻ്റെ അടുത്ത് അത് ഈ ബോർഡ് ഇട്ടിട്ട് ജോലിസ്യം പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ടോ. ഈ പിള്ളേർ സെറ്റൊക്കെ അവിടെ പോയി നിന്ന് ജോലിസ്യം പറയുന്നത്, അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളിലുണ്ടോ? ആണോ ചേട്ടൻ ആരെങ്കിലും അങ്ങനെയൊക്കെ? ഞാൻ വഴക്ക് പറയും. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക്കുന്നത്. ഒന്ന്, പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്നൊരു അഭിപ്രായം. പ്രണയിച്ചിട്ട് പൊരുത്തം നോക്കരുത്. കാരണം അത് ജ്യോതിഷത്തിലെ തന്നെ നിയമമാണ് കേട്ടോ. യസ്യാ മനസമാസക്തം താമേവ വിവഹേൽബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണധാധിക എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. ഞാൻ എന്തിനാ ഈ പദ്യം ചൊല്ലുന്നത് വെച്ചാൽ എൻ്റെ പാണ്ഡിത്യം കാണിക്കാനല്ല. ചിലർ വന്നിട്ട് ആ ജ്യോതിഷത്തിനെതിരെ പറയുന്നു,
ജ്യോതിഷ നിയമമാണ് പറയുന്നത്. Okay. ദാമ്പത്യോശാൻ ന്യൂന്യം ആസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നിർണാം അത്യർത്ഥം ചിന്തനീയം സ എന്നൊക്കെ പറഞ്ഞൊരു കുറേ പദ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ പ്രണയിച്ചു എങ്കിൽ നിങ്ങൾ പിന്നെ പൊരുത്തം നോക്കണ്ട എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കുക. ഇനി നിങ്ങൾ പൊരുത്തം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഒരാൾ ഐ ലവ് യു പറയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരൂ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു അപകടകരമായ ഒരു പ്രവണത ഞാനിപ്പോൾ കാണുന്നത്, എനിക്ക് തോന്നുന്നു രമ്യയെ, നമ്മളുടെയൊക്കെ ഒരു കാലത്ത് നമുക്കൊരു പ്രീ ഡിഗ്രി ഒക്കെ ആകുമ്പോഴാണ് ഒരു പ്രണയത്തിന്റെ ഒരു മൂടൊക്കെ നമുക്ക് വരുന്നത്. അപ്പോഴും നമുക്ക് പേടിയാണ്. നമ്മൾ പഠിച്ച സമയത്ത് ശരിക്കും ഒരു പ്രണയിച്ച പെൺകുട്ടിയുടെ കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഈ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളാണ്. ഭയമാണ്, സമൂഹത്തെ ഭയമാണ്, ആളുകൾ കാണുമോ എന്നുള്ള ഭയമാണ്. ഇന്ന് അങ്ങനത്തെ ഒരു ഭയമേ ഇല്ല. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ പൊരുത്തം നോക്കാൻ വരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ ചാടിച്ചു വിടും. പക്ഷെ അങ്ങനെയുള്ളൊരു കാലമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവർക്ക് ഈ കുട്ടികളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ആ കുട്ടികളോട് പറയും, ഇപ്പം 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ചാടിച്ചു, ഇപ്പം 19 വയസ്സുള്ളൊരു കുട്ടി പൊരുത്തം നോക്കാൻ വന്നാലും ഞാൻ ആ കുട്ടിയോട് പറയും, മോളൊരു കാര്യം ചെയ്യും, മോള് പഠിക്ക്, ഇപ്പം മോള് പഠിച്ചിട്ട് ഒരു ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കുക, എന്നിട്ട് വാ, അപ്പം ഞാൻ പൊരുത്തം നോക്കി ഇനി അഥവാ ചേരത്തില്ലെങ്കിലും അതിനുള്ള പരിഹാരം എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ അത് നടത്തിത്തരാം. കാരണം എന്താ, ഈ കുഞ്ഞുങ്ങൾ ഈ 19-18 വയസ്സിലൊക്കെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവ് ഭയങ്കര കുറവാണ്. അവർ ആ സമയത്ത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധങ്ങളായിരിക്കും. പക്ഷെ അത് അവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ തീരുമാനമാണ്, ഞാൻ കറക്റ്റാണ്, ഞാൻ ശരിയാണെന്ന് മാത്രമേ ഈ കുട്ടികൾ ചിന്തിക്കുകയുള്ളൂ. ഞാൻ കുറേ കാലം മുമ്പ് സൂര്യ TV-യിൽ ഒരു കത്ത് വന്നതാണ്. ഞാൻ ഇപ്പോഴും ആ കത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി, ആ കുട്ടി പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ എൻട്രൻസ് എക്സാം എഴുതി ഗവൺമെൻറ് കോട്ടയിൽ എലിജിബിൾ ആയ ഒരു കുട്ടിയാണ് മെഡിസിന്. അപ്പോൾ ആ കുട്ടി ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു പയ്യനായിട്ട് പ്രണയമായിരുന്നു. അപ്പോൾ ഈ ആൺപിള്ളേരുടെ ഒരു പ്രശ്നമുണ്ട്, ഇവർ ഈ പെൺകുട്ടികളോട് ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. നീ ഇനിയിപ്പം മെഡിസിനൊക്കെ പഠിക്കാൻ പോയാൽ പിന്നെ ഞാൻ ചതഞ്ഞരഞ്ഞ് മരിക്കും, നീ എന്നെ ശ്രദ്ധിക്കത്തില്ല, എന്നെ എപ്പോഴെങ്കിലും നീ വരുമ്പോൾ ഞാൻ റോഡിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടീനെ ഇമോഷണലി ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രണയം കാണിക്കാൻ എന്ത് ചെയ്തോളായി വേണേൽ കയ്യിലൊക്കെ എഴുതി വെക്കും. ചില ആമ്പിള്ളേർ എഴുതുന്നുണ്ട് കേട്ടോ, പെൺപിള്ളേരെ മാത്രം പറയുന്നില്ല. ഞാനിപ്പോൾ വന്നതൊരു പെൺകുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി എന്ത് ചെയ്തു, ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു. ഈ കുട്ടി ഇറങ്ങിപ്പോയി. ഇവർ തിരിച്ചു വിളിച്ചു, പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ ആ കുട്ടി അവൻ്റെ കൂടെ പോവുള്ളൂ എന്ന് വാശി പിടിച്ചു. അങ്ങനെ അവസാനം പോയി. 18 വയസ്സ് തികച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ 1 വർഷം കൂടെ കഴിഞ്ഞാൽ കണ്ടാൽ ഇത് എഴുതിയെടുത്ത്. അങ്ങനെ അവസാനം അവൻ്റെ കൂടെ പോയി. ആ പയ്യൻ പിന്നീട് ഓട്ടോമൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. അവൻ്റെ സൗഹൃദങ്ങൾ നല്ലതായിരുന്നില്ല. കാരണം സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവൻ ഈ പെണ്ണെയും വിളിച്ചിറങ്ങിക്കൊണ്ട് പോരുന്നു. ഇവൻ മദ്യപാനം തുടങ്ങി, കുടിച്ച്. പിന്നെ ഇവർക്കൊരു കുഞ്ഞായി. കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ ലിവർ പോയി, മരിച്ചുപോയി. ഇപ്പം ഈ കുട്ടി ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കുട്ടി ആരാകേണ്ടുന്ന കുട്ടിയായിരുന്നു? ഒരു ഡോക്ടറാവേണ്ടുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി എനിക്ക് അയച്ചാണ്. എന്നറിയും, നമുക്കിനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ജീവിതങ്ങളാണ്. അത് ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് അപ്പം മനസ്സിലാകത്തില്ല. കാരണം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കപ്പാസിറ്റി ആ സമയത്ത് ഭയങ്കര കുറവാണ്. ഡിസിഷൻ അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് ഇവർ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി ഒരു 25 വയസ്സൊക്കെ ആകുമ്പം അവർക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ള ശേഷിയും തിരിച്ചറിവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 19 വയസ്സ് പിള്ളേരെ കെട്ടിക്കരുതെന്ന് പോലും പറയുന്നത്. കാരണം അവർക്ക് തിരിച്ചറിവലിൻ്റെ ശേഷി വരുമ്പോൾ അന്നേരം നമുക്ക് അവർക്ക് വേണ്ടി വേണമെങ്കിൽ ആലോചിക്കാം. എനിക്ക് സൂര്യ TV-യിൽ തന്നെ വന്നൊരു കോളാണ്. ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയുന്നു, അത്യാവശ്യം യൂട്യൂബിലുണ്ട് കേട്ടോ, വൈറലാണ് ആ കോളും. വിളിച്ചിട്ട് പറയുന്നു, ചേട്ടാ ഞാൻ ഒരാളുമായിട്ട് പ്രേമാണ്. 19 വയസ്സും കണ്ടേ ആ കുട്ടിക്കുള്ളൂ. പ്രേമിച്ചപ്പോൾ ഇവൻ ഏതോ ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള നാളിൽ ജാതകത്തിൽ ഇപ്പം ശാന്തി മുഹൂർത്തം വരാൻ പോകുന്നുണ്ട്, അടുത്ത മാസം 3-ാം തീയതി. ആ സമയത്ത് നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ താലി കെട്ടിയിട്ട് താലി കെട്ടണ്ട, മാല ഇട്ടിട്ട് നിങ്ങൾ ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കണം, അതാണ് ശാന്തി മുഹൂർത്തം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും എന്ന്. ഒരു വിശ്വാസിയായ കുട്ടിയെ സംബന്ധിച്ച് അത് അവൾ ഭയങ്കര ഇതായിട്ട് എടുത്തെങ്കിലും ഇവക്കുള്ളിൽ ഒരല്പം ചിന്തിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാനിത് കേട്ടിട്ട് ഞങ്ങളുടെ ചാനലിൽ വന്നാണ്. ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് കോൺഫറൻസ് ഇട്ട് അവനെയും കൂടെ വിളിക്കാമോ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട്, എടാ ഞാൻ പറഞ്ഞില്ലേടാ മറ്റേ ഹരിച്ചേട്ടൻ ദാ വന്നിട്ടുണ്ട്, നിന്നോട് ആരാടാ ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ആരാടാ നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ, നിന്നോട് ആരാ ഇയാളെ വിളിക്കാൻ പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചിട്ട് അവൻ കട്ടാക്കി പോയി. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ജോത്സ്യൻ പറഞ്ഞിട്ടില്ല. അവൻ ആ കുട്ടീനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുവന്ന് ആ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇപ്പുറത്ത് ഹോട്ടൽ റൂം എടുത്തിട്ട് മിസ്യൂസ് ചെയ്യാനുള്ളൊരു പരിപാടിക്ക് തുടങ്ങിയതാണ്. ഇതൊരു അപകടമാണ്. ഇത് പറഞ്ഞു കൊടുക്കണം കുട്ടികളോട്.
അവര് ഈ ചെറിയ പ്രായത്തിൽ പൊരുത്തം നോക്കാൻ വരാറുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് അവരോട് പറയും, കുഞ്ഞുങ്ങളെ ആദ്യം ജോലി മേടിക്കും മോളെ, സ്വന്തം കാര്യം നിൽക്കുക. അപ്പൊ ചേട്ടാ ഇപ്പോഴേ ഒന്ന് പൊരുത്തം പറഞ്ഞ മോളെ ഇപ്പൊ പൊരുത്തം നോക്കേ വേണ്ട, ഇനി പൊരുത്തം കുറവുണ്ടെന്നങ്ങ് വിചാരിക്കേ, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ ഏറ്റതേ, നിങ്ങൾ പഠിച്ചിട്ട് വരൂ. ആ പഠിച്ചിട്ട് വന്ന കുട്ടികൾ അന്നത്തെ പ്രണയം പലതും ഇപ്പൊ പൊളിഞ്ഞു. കാരണം ആ സമയത്തൊരു ഇവർ കാണുന്നൊരു എന്താ പറയുക, അവരുടെ ഒരു ഭ്രമമാണ്. തെറ്റാണ്. ആ സമയത്ത് ഡിസിഷൻസ് എടുക്കുന്നത് ഡേഞ്ചറസ് ആയി പോകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സത്യത്തിൽ ഇതൊക്കെ ജ്യോതിഷികൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അച്ഛനമ്മയും പറഞ്ഞാൽ കേൾക്കത്തില്ല ആ സമയത്ത്. ഇവർക്ക് ആ സമയത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കാണത്തില്ല. അച്ഛനും അമ്മയും ഇവരുടെ ശത്രുക്കളായിരിക്കും ആ സമയത്ത്. ഒരു തേർഡ് പാർട്ടി ഇവർ വിശ്വസിക്കണം. ആ വിശ്വാസ്യത നേടിയെടുക്കാൻ ഹൈന്ദവരുടെ ഇടയിൽ ശ്രമിക്കേണ്ടുന്ന ആളുകളാണ് ജ്യോതിഷികൾ. അത് ചെയ്യാത്തവരെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അത് ചെയ്യണം. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ശാന്തി മുഹൂർത്തം, നമ്മൾ കൂടുതലും ഈ ശാന്തി മുഹൂർത്തം പറഞ്ഞ് കേട്ടിരിക്കുന്ന ഫുൾ സിനിമകളിലൂടെയാണ്. സിനിമയിലാണ് ശാന്തി മുഹൂർത്തമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തോ ഭയങ്കര ഒരു ഹൈപ്പൊക്കെ കയറ്റി കാണുന്നത്. ശരിക്കും എന്താ ചേട്ടാ ഈ ശാന്തി മുഹൂർത്തം? അങ്ങനെ പല മുഹൂർത്തങ്ങൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുടി വെട്ടാനുള്ള മുഹൂർത്തമുണ്ട്, അങ്ങനെ പല മുഹൂർത്തങ്ങൾ, നഖം വെട്ടാനുണ്ട്, അങ്ങനത്തെ മുഹൂർത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം അങ്ങനൊന്നും സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പണ്ടത്തെ വിവാഹങ്ങളുടെ രീതികളെ അല്ലല്ലോ ഇന്ന്. കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ശാന്തി മുഹൂർത്തത്തിനൊക്കെയാണ് അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആരംഭിക്കുന്നതെങ്കിൽ ഉത്തമരായ പുത്രൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത് അതിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. അല്ലാതെ ശാന്തി മുഹൂർത്തം നോക്കി കല്യാണം കഴിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ പക്ഷെ ശാന്തി മുഹൂർത്തം നോക്കിയിട്ടേ അന്ന് നമ്മളെ ഒരു എന്താ ചില ഇതില് ചില എക്സ്ട്രീം ചില വിശ്വാസികൾ ചെയ്യുന്നതാണ്. കല്യാണമൊക്കെ നടത്തും, പക്ഷെ ഈ ചെക്കനെയും പെണ്ണിനെയും കൂടെ ഒരുമിച്ച് താമസിപ്പിക്കൂല. അതിന് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞൊരു ഡേറ്റ് നോക്കും. ആ മുഹൂർത്തത്തിലെ ഇവര് ഒരുമിച്ച് ഒരു ബെഡ്റൂമിലേക്ക് സിനിമയിലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആരും എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. എന്റെ അടുത്ത് വന്നിട്ട് ശാന്തി മുഹൂർത്തം നോക്കണമെന്ന് ആരും പറയാറില്ല. ഇനിയിപ്പോ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എന്ത് മറുപടി കൊടുക്കുമെന്ന് അറിയാത്തോണ്ടാണോ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ചേട്ടൻ കുറച്ച് മുന്നേ ഒന്ന് സൂചിപ്പിക്കേണ്ടായി, ചില ഇതുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെങ്കിലും അതിന് ഇത്തരത്തിലുള്ള പരിഹാര ക്രിയകൾ ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ ഇല്ലാതാവുകയോ? ഈ ജ്യോതിഷത്തില് നമ്മുടെ ആചാരങ്ങളിൽ ഒരു പദ്യമുണ്ട്. ഹൃദയധ്യായതും വിഷ്ണു ത്രേതായാം യജതോ മഹേ ദ്വാപരേ പരിചര്യായാം കലൗതത് ഹരികീർത്തനാൽ എന്നൊരു പദ്യമുണ്ട്. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദാപരയുഗത്തിലും ഒക്കെ യഥാക്രമം യജ്ഞവും പൂജയും യാഗവും ഹോമവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആചാരങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കല്ല, രാജ്യത്തിനും നാടിനും അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. പക്ഷെ കലിയുഗം എന്ന് പറയുന്ന ഈ യുഗത്തിൽ ഹരിനാം നല്ലോണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പരിഹാരം. പിന്നെ നമ്മളിപ്പോൾ ജ്യോതിഷത്തിലെ പരിഹാരം തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആനകളെ ദാനം ചെയ്യണം, കുതിരകളെ ദാനം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരാൾ എൻ്റെ അടുത്ത് രമ്യ നോക്കിയാൽ വരുമ്പം, രമ്യ കുറച്ച് മോശം സമയമാണ്, 2 ആനയെ മേടിച്ച് ഗുരുവായൂർ കൊടുത്തേക്കാൻ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കത്തില്ലേ എനിക്ക് തലയ്ക്ക് ഓളമാണല്ലോ. അപ്പം അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെറിയ ചെറിയ വഴിപാടുകളുള്ള പരിഹാരങ്ങളുണ്ട്. നമുക്ക് ക്ഷേത്രങ്ങൾ എന്തിനാണ്? ഇത്തരം പരിഹാരങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അയ്യപ്പന് ഇപ്പം കണ്ടകശനിയുള്ള ആളാണെങ്കിൽ അവരുടെ ജാതകം കൂടെ നോക്കിയിട്ട് അവർക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാം, അർച്ചന നടത്താം, നീരാജനം നടത്താം, എള്ളുപായസം നടത്താം, അങ്ങനെ പരിഹാരമുണ്ട്. അതാണ് ആ ജ്യോതിഷത്തിൽ, ജ്യോതിഷ വിശ്വാസിയാണ് നിങ്ങൾ, നിങ്ങൾക്കുള്ള പരിഹാരം ആണെങ്കിൽ നിങ്ങൾക്കിതാണ് പരിഹാരം. അല്ലാതെ എനിക്ക് കുറച്ച് പൈസ കൊണ്ട് തന്നാൽ ഞാനിത് മാറ്റാമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊണ്ട് കൊടുക്കാം, വിശ്വാസം ഉണ്ടെങ്കിൽ. പക്ഷെ അത്തരം തട്ടിപ്പുകളിലോട്ട് ഞാൻ എൻ്റർടൈൻ ചെയ്തോളൂ, ഞാൻ പോകത്തില്ല. അപ്പൊ പരിഹാരങ്ങൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കാം, അമ്പലത്തിൽ ചെയ്തു കൊടുക്കാം. ഞാൻ പറഞ്ഞ ചെയ്തു കൊടുക്കല്ല, അമ്പലത്തിലേക്ക് പോകാൻ. അതിനല്ലേ ക്ഷേത്രങ്ങൾ നമുക്കുള്ളത്. ഇപ്പോ എന്റെ അമ്മ, ഞങ്ങളുടെ കുടുംബം ഇപ്പൊ ഇത്തരത്തില് എന്റെ അമ്മ എപ്പോഴും പറയും, നമ്മൾ പരിഹാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ തട്ടാനുള്ളത് പുരികത്തിൽ തട്ടിപ്പോവും. നമ്മളത് വിശ്വാസികളായതുകൊണ്ട് നമ്മളതിൽ വിശ്വസിക്കുന്നു. അതേസമയം ഇതേപോലത്തെ ദോഷവും ഇതും മറ്റു ജാതിക്കാർക്കും അവരും മനുഷ്യർ തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെ ഏതോ ഒരു മൊമെന്റിലൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അവരും. അപ്പൊ ഇത്തരത്തിലുള്ള ദോഷങ്ങളും അലട്ടുകൾ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കും ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവാം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും അതിനല്ലോ കലൗതത് ഹരികീർത്തനാൽ എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രാർത്ഥന മാത്രമെന്നല്ല, പ്രാർത്ഥന എന്നാണ് അർത്ഥത്തിലെടുത്താൽ മതി. എല്ലാ മതവിശ്വാസികളും അവരവരുടേതായ പ്രാർത്ഥനകളിൽ മുഴുകുക. നിങ്ങൾക്ക് സ്വയമേ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായമല്ല, എന്നെ അല്ല കുറ്റം പറയേണ്ടത്. ഞാൻ ആചാര്യമതം, ആചാര്യന്മാരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഞാനത് നിങ്ങളോട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുള്ളപ്പോൾ അവിടെ വഴിപാടുകൾ കഴിക്കാമെന്നുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഇടനിലക്കാർ? നമുക്ക് ദൈവം, നമ്മൾ എന്നും പോകുന്ന, ഇപ്പം രമ്യയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ക്ഷേത്രത്തിൽ ആ ദൈവം നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കെതിരാണ് എന്ന് ഒരു തേർഡ് പാർട്ടിയാണോ പറയേണ്ടത്? അങ്ങനെ കോപിക്കുന്നതിനെയാണോ നമ്മൾ ദൈവമായി കണക്കാക്കുന്നത്?
നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൈവം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യില്ല. ഇപ്പം നമുക്ക് വൈകാരികമായ അടുപ്പമുള്ള, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തോട് വൈകാരികമായ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ട്. അവരോടൊരു ജ്യോത്സ്യം വന്നിട്ട് പറയുകയാണ്, ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണൻ നിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളൊരു നല്ല കൃഷ്ണഭക്തയല്ല എന്ന് ഞാൻ പറയും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം. ദൈവം കോപിച്ചിരുന്ന് നശിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥ ദൈവവിശ്വാസികളല്ല. കാരണം നിങ്ങൾ എന്നും പോയി പ്രാർത്ഥിക്കുന്നതാണ്, നിങ്ങൾ പോയി വഴിപാടുകൾ നടത്തുന്നതാണ്. അപ്പോൾ ആ ദൈവം നിങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചില അമ്പലങ്ങളുണ്ട്. ഇപ്പം എൻ്റെ നാട്ടിൽ പട്ടാഴി എന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പട്ടാഴി അമ്പലത്തിനടുത്തുള്ള ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഒരു അമ്മ എന്നുള്ളൊരു വൈകാരികമായ അടുപ്പത്തോടെയാണ് പട്ടാഴി ദേവീക്ഷേത്രത്തെ കാണുന്നത്. അവിടുത്തെ ചൈതന്യത്തെ കാണുന്നത് പൊന്നമ്മയെന്നാണ് പറയുന്നത്. പട്ടാഴി പൊന്നമ്മയാണ്. ആ പട്ടാഴി പൊന്നമ്മ കോപിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പട്ടാഴി പൊന്നമ്മ ചെയ്യില്ല. അപ്പൊ ചില അമ്പലങ്ങളിലേക്ക് പ്രശ്നം വെച്ച് കഴിയുമ്പോഴത്തേക്ക് പറയുന്നു ഭഗവാൻ കോപിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ നാട്ടിലുള്ളവർക്കെല്ലാം ദുരിതമായിട്ട് വരുന്നു, ചീത്ത അനുഭവങ്ങൾ വരുന്നു. ചിലപ്പം ആ ഇല്ലത്തോട് ചേർന്നിരിക്കുന്ന അമ്പലമായിരിക്കും, ഇല്ലക്കാർക്ക് ക്ഷയിച്ചു പോരുത്. ഇതൊക്കെ ചീത്ത കാര്യങ്ങൾ ഒരു പക്ഷെ പൂജിക്കുന്ന ആൾക്കാർ ചെയ്തതിൻ്റെതാവാം, അതുകൊണ്ട് ദൈവം കോപിച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പൂജ ചെയ്യുന്ന ആളുകളുടെ കുഴപ്പം ബാധിക്കേണ്ടത് പൂജാരിയല്ലേ? അതൊരിക്കലും നാടിനെ ബാധിക്കുന്നില്ല. ദൈവം എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ കാണുന്നേ? ഇതൊന്നും അറിയാത്ത ഒരാളെന്നുള്ള അർത്ഥത്തിലാണോ? ഇപ്പം നാള് ചേരാത്തവർ പിന്നെ താലി പെങ്ങളെ കൊണ്ട് കെട്ടിക്കുക, അല്ലെ കെട്ടി. അപ്പം എന്താ ദൈവത്തിന് അറിയത്തില്ല ഇവർ കല്യാണം കഴിച്ചാണ്? നമ്മൾ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? സത്യം ചേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ ഇതൊക്കെ നടക്കുന്ന കേൾക്കുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് ഞാൻ പറയുമ്പം ഞാൻ വട്ടനാന്ന് പറയുന്നതിന് പകരം ഇത് ചെയ്യുന്ന നിങ്ങളൊന്ന് ആലോചിക്കൂ. ഞാൻ കറകളഞ്ഞ ദൈവവിശ്വാസിയാണ്. ഞാൻ വളരെ വലിയ എന്ന് വെച്ചാൽ ഞാൻ അമ്പലവിശ്വാസിയല്ല. ഞാൻ ഒരു അമ്പലത്തിൽ പോയി അങ്ങ് മുട്ടിപ്പായ അല്ലെങ്കിൽ അവിടെ കിടന്ന് വേല കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മതമല്ല. ഞാൻ കറകളഞ്ഞൊരു ദൈവവിശ്വാസിയാണ്. എല്ലാം ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട് വന്നിട്ട് ഒരാൾ ദൈവം കോപിച്ചു എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും. കാരണം എന്നോട് എന്തിനാണ് ദൈവം കോപിക്കുന്നത്? ഞാൻ ദൈവത്തെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഞാൻ ചീത്ത വിളിക്കാൻ പോകുന്നില്ല, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. എടാ, ഉപദ്രവിക്കുന്നവനോടല്ലേ ദൈവം കോപിക്കണ്ടേ? ഇപ്പം ഏതൊരു അമ്പലത്തിൽ അവിടെ അമ്പലം കട്ടുമുടിക്കുന്നവൻ, ആ അമ്പലത്തിലെ ദൈവത്തെ വിറ്റ് തിന്നുന്നവൻ, അവനേക്കാൾ എത്രയോ നല്ലതാണ് അമ്പലത്തെ മനസ്സാ ഭരിക്കുന്ന ഒരു ഭക്തൻ, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന നടത്തുന്നവൻ. അവനോട് ദൈവം ഒരിക്കലും കോപിക്കില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ കോപിക്കുന്ന ആളല്ല നമ്മുടെ ദൈവം എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എതിര് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ ഞാൻ വിശ്വസിക്കുക അത് ദൈവത്തെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയില്ലേ, ഇപ്പം താലി കെട്ടുന്നത്, ഇന്നലെ ഒരു ചേച്ചി എന്നെ വിളിച്ചു, പിന്നെ മോനെ താലി ഞങ്ങൾ കെട്ടാതിരുന്നാൽ കല്യാണം നടത്തിയാൽ പോവോ? ഞാൻ ചോദിച്ചു, ചേച്ചി ഇതെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത്, ആരെ കാണിക്കാനാണ്? അപ്പം അത് ദൈവത്തെ. അപ്പം ഞാൻ ദൈവത്തിന് അറിയത്തില്ലേ ചേച്ചി ഇത് കല്യാണമാണ് നടന്നത് എന്ന്? അത് ശരിയാണല്ലോ പോരെ, എന്നാൽ പിന്നെ കെട്ടായില്ലേ? അപ്പം നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുണ്ടെങ്കിൽ കെട്ടുക, കെട്ടുന്നില്ല കെട്ടണ്ട. പക്ഷെ നിങ്ങൾ ദൈവത്തെ ഞാൻ കളിപ്പിച്ചു, ഞങ്ങൾ താലി കെട്ടാതിരുന്നപ്പോൾ ദൈവം വിചാരിച്ചു ഇവരെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിക്കരുത്. അത് നിങ്ങൾ ദൈവത്തെ വില കുറച്ച് കാണുന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, ദൈവം കോപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അതുകൊണ്ട് ഈ നാടിന് ദോഷം വരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. ദൈവം അങ്ങനെ ഇപ്പോൾ ഒരു പ്രളയമുണ്ടായി, അത് ദൈവം കോപിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകൾ, എത്രയോ നല്ല വിശ്വാസികൾ, എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. അത് നമ്മുടെ ദൈവം അങ്ങനെയാണോ? അങ്ങനെയാണോ ദൈവം കോപിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പ്രളയത്തിൽ കൊന്നുകളയുന്ന അങ്ങനത്തെ ദൈവമാണോ നമ്മുടെ ദൈവം? നമ്മുടെ കോൺസെപ്റ്റ് അതാണോ ദൈവത്തെ പറ്റിയുള്ള? ദൈവം എന്ന് വെച്ചാൽ കരുണാമയനാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, നമ്മളെല്ലാം നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവം. ആ ദൈവത്തിൻ്റെ വാക്കുകളെ എടുത്തുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കയറി പോവുക. ഇല്ല, പണ്ടാരോ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ കെട്ടിടുന്നപ്പം അല്ല വലിയ ദൈവവിശ്വാസിയാണ്, ഒരു വള്ളം വന്നു, കയറാൻ പറഞ്ഞു, ഇല്ല ഞാൻ കയറത്തില്ല, ദൈവം വരട്ടെന്ന് പറഞ്ഞു. ബോട്ട് വന്നു, കയറാൻ പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, ദൈവം വരട്ടെന്ന് പറഞ്ഞു. അവസാനം ഹെലികോപ്റ്റർ വന്ന് കയറിട്ട് കൊടുത്തു, കയറാൻ പറഞ്ഞു, ഇല്ല ദൈവം വരട്ടെന്ന് പറഞ്ഞു. അവസാനം ഇയാൾ മുങ്ങി മരിച്ചു. മേളിൽ ചെന്നപ്പോൾ കഥയാണ് കേട്ടോ. ദൈവം ചോദിച്ചു, എന്താണ്? അപ്പോൾ അയാൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങ് ഇത്ര ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല, ഞാൻ ഇത്ര വലിയ ദൈവവിശ്വാസി ആയിരുന്നിട്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോയപ്പോൾ അങ്ങ് എന്നെ രക്ഷിച്ചില്ലല്ലോ. ദൈവം പറയടാ, ഞാൻ നിനക്ക് വള്ളം അയച്ചു, നീ കയറിയില്ല, ബോട്ട് അയച്ചു, കയറിയില്ല, ഞാൻ നിനക്ക് ഹെലികോപ്റ്റർ വരെ അയച്ചു, കയറിയില്ല. എടാ, നിനക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നീ ദൈവത്തെ എന്തിനാണ് കുറ്റം പറയുന്നത്? മനസ്സിലായി? ഇപ്പം രമ്യയോടൊപ്പം പഠിച്ച എത്ര പേർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്നവരുണ്ട് രമ്യയെ? ഇല്ല. അത് അവർ ചെയ്യാൻ പറ്റാത്തതിന് ദൈവത്തെ പഴിക്കണ്ട. എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്?
ഇപ്പം എൻ്റെ സുഹൃത്ത് ചില ബിസിനസ്സുകാരന്മാരുണ്ട്, ഒന്നിനും പോകാതെ ഇങ്ങനെ ഉച്ചവരെ കിടന്നുറങ്ങി അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് ബിസിനസ് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നീ എന്തുകൊണ്ട് മറ്റവൻ്റെ ബിസിനസ് നല്ലതായി, എന്നെ ദൈവം നശിപ്പിച്ചു. നിനക്കും അവനും ഒരേ സാഹചര്യങ്ങളും ഒരേ 24 മണിക്കൂറുമാണ് തന്നത്. നീ നിന്റെ കർമ്മങ്ങളിൽ എത്രത്തോളം വ്യാപൃതനാണ്, നീ നിന്റെ കർമ്മങ്ങളിൽ എത്രത്തോളം സിൻസിയറാണ്. നീ ചെയ്യാതിരുന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജാതകത്തിലാണെങ്കിലും ഇതൊക്കെ നോക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ ദോഷങ്ങളാണ്, ഇവിടെ നമുക്കിതൊന്നും വരില്ല എന്നൊക്കെ ചില ജ്യോത്സ്യന്മാർ പറഞ്ഞു എന്ന് വെക്കുക. അതേസമയം അത് അങ്ങനെ പറഞ്ഞു വെച്ച് അവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടാൻ പറ്റുമോ? 100% നേടാം. അപ്പൊ ഈ പറഞ്ഞത് കളവായി പോവും? കളവാകുന്ന ഒന്നുമല്ലേ. ഇപ്പം ഏതിലാണെങ്കിലും ഉത്സാഹിനാം പുരുഷ സിംഹം ഉപേതി ലക്ഷ്മിയും, കഷ്ടപ്പെടുന്നവരെയും ജീവിതത്തിൽ വിജയമുള്ളൂ. അപ്പൊ ഇതിൽ ഈ എഴുതി വെച്ചിരിക്കുന്നതിലല്ല, നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം. പ്രവർത്തികൾ കൊണ്ട് എത്തിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കഷ്ടപ്പെടൂ, നിങ്ങൾക്ക് വിജയം എന്നുള്ളതാണ്. രമ്യയെ, ഞാൻ ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പം എൻ്റെ മോള് പഠിക്കുകയാണ്. അവൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഒരു പേടിയുണ്ട് എന്ന് വിചാരിക്കുക. അവൾക്കൊരു പേന പൂജിച്ച് നൽകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അത് അവൾക്ക് കോൺഫിഡൻസ് കിട്ടും. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ അവളോടൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. മോളെ, പേന പൂജിച്ചു ഓക്കെ ആണ്, നിനക്ക് കോൺഫിഡൻസ് കിട്ടി, പക്ഷേ നീ പഠിച്ചതേ നിനക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ അറിയോ, അടുത്ത പരീക്ഷയ്ക്ക് മടി പിടിച്ചിരുന്നിട്ട് അവസാന നിമിഷം പേന പൂജിച്ചാൽ പോയി എഴുതാം എന്ന ഒരു ചിന്ത വരരുത്. അപ്പം നിങ്ങൾ വഴിപാട് നടത്തി, നിങ്ങളൊരു ബിസിനസ് ഇട്ടു. ഇപ്പം രമ്യ ഒരു ബിസിനസ് ഇട്ടു, രാവിലെ അമ്പലത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി, വഴിപാട് നടത്തി, വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ദൈവമേ 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 എന്ന് വിളിച്ചിരുന്നാൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആവത്തില്ല. നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആക്കി മാറ്റണം. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ താങ്ങുന്ന ഒരാളായി നിങ്ങൾ ദൈവത്തെ കാണണം. നമ്മളെക്കാൾ സുപ്പീരിയർ പവർ ഉള്ള ഒരാൾ. നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തെങ്കിലല്ലേ പറ്റൂ രമ്യേ. ഇപ്പം നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുത്തെങ്കിലേ പറ്റുള്ളൂ, അല്ല ദൈവത്തെ വിളിച്ചുകൊണ്ട് പറ്റില്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ വിളിക്കുന്ന ആളാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കും. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അതോടൊപ്പം ഞാൻ ദൈവത്തെയും വിളിക്കും. സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ദൈവത്തിന്. താൻ പാതി ദൈവം പാതി അല്ലേ? എല്ലാം വിശ്വസിക്കണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാമേ. ഒരാൾ എന്നെ കാണാൻ വന്നു. അയാളുടെ ഷോപ്പ് നല്ല ഷോപ്പാണെന്നാണ് പുള്ളി പറയുന്നത്, പക്ഷെ സെയില് നടക്കുന്നില്ല. തൊട്ടപ്പുറത്തൊരു മുസ്ലിം ഒരു ഷോപ്പ് ഇട്ടു, അവിടെ ഭയങ്കര സെയിൽ. അപ്പോൾ ആരോ പറഞ്ഞു അത്രേ ഈ 4-ാം വേദം, ശരിക്കും 4-ാം വേദം നമ്മുടെ തന്നെയാണ് അഥർവവേദം, പക്ഷേ മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് എന്തോ 4-ാം വേദം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ചെയ്തുകൊണ്ടാണ് കച്ചവടം നടക്കാത്തതെന്ന് ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ച ഷോപ്പിൻ്റെ പടം എവിടെയെന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ ഫ്രണ്ടേജ് മറച്ചുകൊണ്ട് ഒരു കബോർഡ് വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ ഇതെന്താ, അതൊരു വാസ്തു വന്നിട്ട് പറഞ്ഞു ഇവിടെ മറഞ്ഞിരിക്കണം എന്ന്. എവിടെ മറയുന്ന നോക്കണം, മെയിൻ റോഡിൽ നിന്ന് കാണുന്ന വ്യൂ, അതിന് ഒരു ഷെൽഫ് വെച്ചിട്ട് കംപ്ലീറ്റ് മറച്ചു വെച്ചിരിക്കുന്നത്. ഈ കടയ്ക്കകത്ത് എന്തുണ്ടെന്ന് പുറത്തൂത്തെ പോകുമ്പോൾ കാണണ്ടേ? അത് കാണാതിരുന്നിട്ട് കച്ചവടം നടക്കാത്ത വേറെ അവനെങ്കിലും എന്തെങ്കിലും ചെയ്താന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ബിസിനസ്സിൽ നോക്കുമ്പോൾ ബിസിനസ് വാസ്തു നോക്കണം. ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ എന്താണോ വാസ്തുവിൽ ചെയ്യാൻ പറ്റുന്നത് അതാണ് നോക്കേണ്ടത്. ഈ ഫ്രണ്ടേജ് മറച്ചൊരു ബോർഡ് വെച്ചാൽ ഇതിനകത്തുള്ള തുണികൾ ആരെങ്കിലും കാണുമോ? അപ്പം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വിചാരം ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? നിനക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ നീ ചെയ്യുന്നുണ്ടോ, നീ പ്രവർത്തിക്കുന്നുണ്ടോ, അതിന് സപ്പോർട്ടീവായിട്ട് ദൈവം വരുന്നേ. അതിനാണ് നമുക്ക് പ്രാർത്ഥനകളും അമ്പലങ്ങളും വഴിപാടുകളും ഉള്ളത്. അത് പോയി ചെയ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നല്ലേ അമ്പലങ്ങളിൽ പോകാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്നല്ലേ, ചെയ്. നമുക്ക് തന്നെ ചെയ്യാമല്ലോ. ഈ പറയുന്ന വാസ്തുദോഷത്തിലാണെങ്കിൽ വീട് വെക്കുമ്പം അതൊരു ഒരു കണക്കാണ് വീടെന്ന് പറയണത്. ചില ആൾക്കാർ അതൊന്നുമില്ല, നമ്മുടെ ഡ്രീമിൽ എന്താണോ വീട്, നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കണം, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം, അവർ കണക്കുകളൊന്നും ചില ആൾക്കാർ നോക്കില്ല, വെറുതെ അതങ്ങ് വീട് വെക്കും. എന്നാൽ ചില എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഇതൊക്കെ നോക്കി വരച്ച് പ്ലാൻ ചെയ്ത് അവരത് വാസ്തുവൊക്കെ നോക്കുന്നുണ്ട്. ഈ വാസ്തു നോക്കി വീട് വെക്കുക എന്ന് പറയുന്നതിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രമേ, ഇപ്പൊ കൂടുതൽ ആളുകൾ വാസ്തു നോക്കി തന്നെയാണ് വീട് വെക്കുന്നത്. എല്ലാ മതവിശ്വാസികളാണ്. ഞാൻ തന്നെ ദിവസം എത്രയോ ആളുകൾ പ്ലാൻ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നോക്കി ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് വാസ്തു എന്ന് പറയുന്നത്, വാസ്തു ഗ്രന്ഥങ്ങൾ മഹത്തരങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പട്ടണം എങ്ങനെ നിർമ്മിക്കണം എന്നുപോലുമുള്ള കാര്യങ്ങൾ ഈ വാസ്തു ഗ്രന്ഥങ്ങളിൽ, വാസ്തുഹോര എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥമൊക്കെ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അത്ര മനോഹരമായ നിർമ്മിതികളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, വാസ്തുവിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു വീട് വയ്ക്കാൻ സാധ്യമല്ല.
കാരണം പണ്ട് ഏക്കർ കണക്കിന് വസ്തു ഉള്ളപ്പോൾ നമുക്ക് ഇപ്പം ഒരു പശുവിനെ അഴിച്ചു വിട്ടാൽ 21 ദിവസം കഴിയുമ്പോൾ അത് എവിടെയാണോ പുല്ല് തിന്നിട്ട് വിശ്രമിക്കുന്നത് അവിടെ വീട് വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പശുവിനെ അഴിച്ചു വിട്ടാൽ വല്ലോനെയും പറമ്പിലായിരിക്കും പോയി നിൽക്കുന്നത്. കുഞ്ഞു സാഹചര്യങ്ങളിൽ വീട് വെക്കേണ്ടി വരുമ്പോൾ വാസ്തുവിലെ പല നിയമങ്ങളും മാറ്റി വെച്ചുകൊണ്ടേ നമുക്ക് വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ വീട് വെച്ചു, എനിക്കിപ്പോൾ ബ്രഹ്മസൂത്രയം അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം അവിടെ പ്രാക്ടിക്കലി അതിന് പറ്റില്ല. പക്ഷേ ഞാൻ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ബെഡ്റൂമാണ് വെച്ചത്, വടക്ക് കിഴക്ക് ഞാൻ കിച്ചണാണ് വെച്ചത്. നോർമലി വാസ്തു നിയമങ്ങൾ അത്യാവശ്യം പാലിച്ചു. വാസ്തു നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയല്ല ഞാൻ വീട് വെച്ചത്, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീട് വെച്ചത്. 3 സെൻറ്റ് വസ്തുവിൽ ഒരു കുഞ്ഞു വീട് വെക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വാസ്തു നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവർക്ക് വീടാണ് അവിടെ അത്യാവശ്യം, അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വേണം ആ വീട് വെക്കാൻ വേണ്ടി. അപ്പൊ അതിനകത്ത് കണക്ക് തെറ്റുമ്പോൾ വാസ്തു ഇത് മാറുമ്പോൾ ദോഷം വരുമെന്ന് പറയുന്നില്ല ഹരിച്ചേട്ടാ? ചെറിയ വസ്തുവിന് ചെറിയ കണക്കല്ലേ ഉപയോഗിക്കേണ്ടത്, വലിയ കണക്ക് എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ 2230 സ്ക്വയർ ഫീറ്റ് ആണ് വീടെന്നൊരു കണക്കുണ്ടെങ്കിൽ 3 സെൻറ്റ് വസ്തുവിലുള്ളവൻ എങ്ങനെയാണ് വീട് വയ്ക്കാൻ പറ്റും? അത് ഞാൻ പറയാം, നമ്മളെപ്പോഴും ഇപ്പോൾ ഉദാഹരണമായിട്ട് സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. വാസ്തുവിൽ പറയുന്നു വടക്ക് കിഴക്ക് കിണർ വേണം എന്ന്. വടക്ക് കിഴക്ക് ജലത്തിൻ്റെ അവൈലബിലിറ്റി ഇല്ല, വെള്ളം കിട്ടത്തില്ല, പാറയാണ്, സ്ഥലമില്ല, കിണർ കുഴിക്കുക, വെള്ളോൻ്റെ പറമ്പാണ് തൊട്ടടുത്ത്. എന്ത് ചെയ്യും? വെള്ളം എവിടെ കിട്ടുന്നോ അവിടെ കിണർ കുഴിച്ചുകൊണ്ട് വാട്ടർ ടാങ്ക് വടക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുവെക്കണം. അതാണ് ഓപ്ഷൻ, അതിനാണ് പരിഹാരം എന്ന് പറയുന്നത്. ഇത് ഞാൻ ചോദിക്കുന്നത് ഇതല്ലേ ചെയ്യണ്ടേ? അല്ലാതെ ഒരു 3 സെൻറ്റ് വീട് വെക്കാൻ വരുന്ന ഒരാളോട് ഇത് പറ്റത്തില്ല, ഇത്ര സ്ക്വയർ ഫീറ്റേ പറ്റത്തുള്ളൂ, അപ്പോൾ അപ്പുറത്തവൻ്റെ പറമ്പിലൂടെ കയറ്റി വെക്കണ്ടേ? അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ? വേണ്ടേ? എല്ലാ നിയമങ്ങളും നമുക്ക് ഒരു കാരണവശാലും വാസ്തുവിലുള്ളത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നമുക്ക് വീട് വെക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പയ്യൻ ദുബൈയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു, എൻ്റെ ഫോണിലുണ്ട്, വോയിസാണ്. അവൻ അവിടെ കഷ്ടപ്പെട്ട് ലേബർ ക്യാമ്പിൽ എന്തോ ജോലി ചെയ്യുന്നൊരു പാവം പിടിച്ച പയ്യൻ, കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തിട്ടൊരു വീട് വെച്ചു. അപ്പം ആരോ ഒരു വാസ്തു അതിലേ പോയിട്ട് വീട്ടിൽ കയറിയിട്ട് അമ്മയെടുത്ത് പറഞ്ഞു, വീട് പാലുകാച്ചിന് മുഹൂർത്തം എടുത്തു, യൂറോപ്യൻ ക്ലോസറ്റെല്ലാം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, സൂര്യന് നേരെ പ്രശ്നം തിരിഞ്ഞിരുന്നാൽ അത് ദോഷമാണ്, മകൻ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ അമ്മമാരുടെ പ്രശ്നം മക്കൾക്ക് എന്തെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് പേടിക്കും. അങ്ങനെ അമ്മ പേടിച്ചു. അമ്മ പേടിച്ചിട്ട് ആകെ പറഞ്ഞു, മോനെ ഇത് പറ്റത്തില്ല, ഇത് വെക്കാൻ പറ്റത്തില്ല, നീ മാറ്റണം. 3 ലക്ഷം രൂപയോളം ചിലവാണെന്നത്രേ. അത് ചോദിച്ചാൽ എനിക്ക് വിഷയം, ചേട്ടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, ഞാനിവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഉണ്ടോ ചേട്ടാന്ന് ചോദിച്ചു. അമ്മയുടെ നമ്പർ അയക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ അയച്ചു. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി പണ്ട് അയ്യത്തും പറമ്പിലും ആറ്റുവക്കത്തും ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്, കിഴക്കെവിടാ പടിഞ്ഞാറെവിടാ തെക്കെവിടാ വടക്കെവിടാ എന്ന് അറിയത്തില്ല, ആരും കാണാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പണ്ടങ്ങനെയാണ്. പിന്നീട് ഇത് മറപ്പുരകളായി, വസ്തു കുറഞ്ഞപ്പോൾ വെസ്റ്റേൺ കൾച്ചർ എടുത്തുകൊണ്ട് നമ്മൾ വീടിനുള്ളിൽ ഇതാക്കി. വാസ്തുവിൽ എവിടെ യൂറോപ്യൻ ക്ലോസറ്റ്? എത്ര നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ് ഇതിലെവിടെ യൂറോപ്യൻ ക്ലോസറ്റ് പറഞ്ഞേക്കുന്നത്? വീടിനുള്ളിൽ ശൗചാലയം പോലും പല വാസ്തു ഗ്രന്ഥങ്ങളിലും തെറ്റായിട്ടാണ് പറയുന്നത്. ശൗചാലയം വീടിനുള്ളിൽ പാടില്ല എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് വാസ്തുവിൽ. അപ്പം നമ്മൾ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് വാസ്തുവാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണോ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഒരാളൊരു കാര്യം പറയുമ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാകുക, വാസ്തു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റില്ല. വീടിനുള്ളിൽ കക്കൂസ് പോലും പറ്റത്തില്ല. യൂറോപ്യൻ ക്ലോസറ്റ് എവിടെയാണ് വാസ്തുവിൽ? ഈ വഴിയെ പോകുന്നവരെല്ലാം കയറി അഭിപ്രായം പറയുന്നേ. ഇത് അപകടമാണ്. ഒരാൾ വീട് വെച്ച് പൂർത്തിയാകത്തില്ല. ഈ വാസ്തു എന്ന് പറയുന്നത് വീട് വെപ്പിക്കാനാണ്, ഇത് വിൽപ്പിക്കാനോ ഈ വീട് പണി തടസ്സപ്പെടുത്താനോ അല്ല. അപ്പോൾ ഓരോ അഗ്നികോൺ ഓരോ മൂലകൾ പറയുന്നുണ്ട്. ഇന്ന മൂലയിൽ ഇന്ന മാസ്റ്റർ ബെഡ്റൂം ഇന്ന സ്ഥലത്ത് വരണം, പൂജാ റൂം ഇന്ന സ്ഥലത്ത് വരണം, കിച്ചൺ ഇന്ന സ്ഥലത്ത് വരണം. അത് 3 സെന്റിലാണെങ്കിലും 5 സെന്റിലാണെങ്കിലും നമുക്ക് ചെയ്യാം. അതങ്ങനെ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വീടിന്റെ ഇവിടെ ബെഡ്റൂമാണ്. എൻ്റെ നമുക്ക് കിച്ചൺ വെക്കുന്നത് ഒന്നുകിൽ അഗ്നികോണിൽ വെക്കാം, തെക്ക് കിഴക്ക് വെക്കാം. പണ്ടത്തെ വീടുകളുടെ എല്ലാം വടക്ക് കിഴക്കാണ് കിച്ചൺ വന്നിട്ടുള്ളത്. പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ടല്ലോ, കിണർ വടക്ക് കിഴക്കാണ്, അതിൻ്റെ ഇപ്പുറത്ത് കിച്ചൺ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീട് വെച്ചപ്പോൾ വടക്ക് കിഴക്കാണ്. അത് അങ്ങനെ അത്യാവശ്യം പ്രിലിമിനറി നിയമങ്ങളൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ട്. എന്ന് വെച്ചപ്പോൾ ഡീപ്പായിട്ട് വന്ന് അവിടെ അളന്ന് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്, അതൊരു ഗ്രാഫിക്കൽ സിസ്റ്റമാണ്. നമ്മളൊരു കാര്യം വരയ്ക്കുന്നതിന് മുമ്പുള്ളൊരു ഗ്രാഫിക്സ് ഇല്ലേ, അതാണ് ഈ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ സങ്കല്പം. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിത് പറയാൻ പോയാൽ ഒന്ന് കേട്ടുകൊണ്ടിരിക്കത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പ്രശ്നം കേൾക്കാൻ നിൽക്കത്തില്ല. അയാൾ വാസ്തുപുരുഷനെതിരെ പറഞ്ഞു. ഇവിടെ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് ആണ്, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണെന്ന് ആലോചിച്ച് നോക്ക്. അതിത് പഠിക്കാതിരുന്നിട്ടേ ഇത് തെറ്റാതെ അങ്ങനെ പറയരുത്, ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്.
അപ്പം ഞാൻ എൻ്റെ വീട് വെച്ചത് അത്യാവശ്യ വാസ്തു നിയമങ്ങൾ പാലിച്ചു. മനസ്സിലായി? എന്ന് വെച്ച് ഞാൻ വാസ്തുവിന് വേണ്ടി വീട് വെച്ചില്ല, എനിക്ക് വേണ്ടി വീട് വെച്ചു. ഞാൻ ഹരിച്ചേട്ടനെ ഭയങ്കര അധികം വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കിന്നിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ജാതകം കൊണ്ട് ഹരിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുള്ള ആളാണ്. അന്ന് ഹരിച്ചേട്ടൻ എൻ്റെ അടുത്തും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഹരിച്ചേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഹരിച്ചേട്ടൻ നമ്മളെ ലീഡ് ചെയ്യണത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, എന്നോട് ആര് ചോദിച്ചാലും നല്ലൊരു ജോത്സ്യൻ്റെ പേര് പറയാൻ ചോദിച്ചാൽ ഞാൻ ആരുടെ അടുത്തും ആദ്യം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ്. അത് ഹരിച്ചേട്ടനെ ഇരുത്തിക്കൊണ്ടല്ല, ഞാൻ ശരിക്കും എനിക്ക് അതുപോലെ വിശ്വാസമാണ്. കാരണം ഹരിച്ചേട്ടൻ പറയുന്നത് പ്രാക്ടിക്കലായിട്ടാണ്. ജോത്സ്യത്തിനെ മറ്റുള്ള പറഞ്ഞ പോലെ കറകൾ തേച്ച് മറ്റുള്ള ജ്യോത്സ്യന്മാർ പറയുന്ന പോലെ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് നമ്മളെ കറക്റ്റ് വഴി കാട്ടി വിടുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഈ വ്യക്തിത്വത്തിന് ഒരിക്കലും അബദ്ധം പറ്റിയിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയട്ടെ. ഹരിച്ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരിക്കലും ഒരു പദ്യം എഴുതിയ ഒരു പേപ്പർ പറന്നുപോയി, എന്തൊക്കെയോ അബദ്ധങ്ങളൊക്കെ. അതെന്താ ഹരിച്ചേട്ടൻ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അതെന്താ സംഭവം? അതായത് പണ്ട് ഞാൻ ഒരു പദ്യം ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ, ഇപ്പോഴും എൻ്റെ വണ്ടി നടന്നെങ്കിൽ തുറന്നാൽ രസകരമാണ്. അതിനകത്തൊരു പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇത് പറയുന്ന കളാണ്. ഇപ്പോൾ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്തു എൻ്റെ വണ്ടിയുടെ സീറ്റിൽ. ഞാൻ എല്ലാ ദിവസവും ഒരു പദ്യം വെച്ച് പഠിക്കും. ഇപ്പം ഞാൻ പഠിച്ചു വരുന്നത് ശിവതാണ്ഡവ സ്തോത്രമാണ്. ജടാടബീകല ജലപ്രവാഹവാവിതസ്ഥലെ ഗലേവലംബ്യലംബിതംബുജംഗതും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പം 3ാമത്തെ 4ാമത്തെ സ്റ്റാൻസ ഇന്ന് പഠിച്ചു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പദ്യം എഴുതി കൊണ്ട് നടന്ന് പഠിക്കും. ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ ഈ പദ്യം ഉണ്ടാവും. അപ്പോൾ ഒരു പേപ്പർ നിറയെ പദ്യമായിരിക്കും, ഇങ്ങനെ മടക്കി 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 എല്ലാം പുറത്തും എഴുതും. അപ്പോൾ പട്ടാഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അവിടെ, നേരത്തെ പറയാം. അവിടെ മനോരമയുടെ ലേഖകനായിരുന്നു ഒരു സുനിൽ കുമാർ. അദ്ദേഹവും മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ പത്രമാണ് ലേഖകൻ ഗോപകുമാർ പട്ടാഴി. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, ഇപ്പോൾ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി പോകും. അന്ന് ബൈക്കിൽ 3 പേരിരുന്നാണ് പോകുന്നത്. ഇവരെ കൊണ്ട് ഞാൻ പോകും. ഞങ്ങൾ രാത്രിയിൽ, അന്ന് വലിയ പോലീസ് ചെക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഈ പദ്യം കാണും. അപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുക്കുമ്പം ഈ പദ്യം അങ്ങ് പറഞ്ഞു, ഈ പേപ്പർ അങ്ങ് പറഞ്ഞു. ഞാൻ വെച്ചിട്ട് ഇപ്പോൾ പോട്ട് വേറെ എഴുതാം, രാത്രിയല്ലേ. അങ്ങനെ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു. അത് എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ വീട്ടിലാരോ കൊടുങ്കുല മരണമന്ത്രം എന്നൊരു മന്ത്രം ഉപയോഗിച്ച് ഒരു ആഭിചാരം ചെയ്തു, 5 പേര് മരിക്കുന്ന പറയുന്നത്, 75,000 രൂപ ഇങ്ങോട്ട് പൂജ നടത്തണം, ഞാൻ എക്സാക്ട് എമൗണ്ട് കൊടുക്കുന്നില്ല, അപ്പം കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മോൻ ആരോടെയും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചേച്ചി എനിക്കതിലൊന്നും വിശ്വാസമില്ല, അങ്ങനെ 5 പേരെ കൊല്ലാനൊക്കെ കൂടുപാത്രം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അല്ല മോനെ സത്യമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ കൂടുപാത്രം എന്ന് പറഞ്ഞപ്പോഴേ മറ്റേ പേപ്പർ എടുത്തു തരുന്നു. ഇത് ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് പോയി വീണു. ഇവർ തൂക്കാൻ രാവിലെ എഴുതേറ്റപ്പം സംസ്കൃതത്തിൽ എന്തോ എഴുതിയ ഒരു പേപ്പർ കിടക്കുന്നു. ഇതുകൊണ്ട് ആരെയെ കൊണ്ട് കാണിച്ചപ്പോൾ അയാൾ പറയുന്നത് കൊടുങ്കുല മരണമന്ത്രമാണ്. അത് ആലോചിച്ച് നോക്കി. പിന്നെ രമ്യ പറഞ്ഞൊരു പോയിന്റ് കൂടെ പറയാം. രമ്യ, ഈ വിമർശനം പറയുന്നവർ എന്നെ വന്ന് കണ്ടിട്ടുള്ളവരല്ല. ഇപ്പം ഞാൻ ആദ്യമോ രമ്യ വന്നു കണ്ടെന്നോ, അന്ന് രമ്യ ചാനലിൽ വരുന്നതിന് മുമ്പാണ് നമ്മളെ പരിചയപ്പെട്ടത്. ഇവിടെ എന്ത് പറയുന്നോ അത് തന്നെയാണ് എൻ്റെ ഓഫീസിൽ വരുന്നവരോടും ഞാൻ പറയാറുള്ളത്. വിശ്വാസികൾ രക്ഷപ്പെടണം, വിശ്വാസികൾ നല്ലവരാകണം, അവർക്ക് ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. ഒരാളുണ്ടെങ്കിലേ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും തോന്നിയാൽ അടുത്ത പ്രശ്നങ്ങൾ വരുമ്പോഴും അവർ വീണ്ടും ഡെസ്പാവും. അവരെ മനസ്സിന് നല്ല ധൈര്യമുള്ളവരാക്കി മാറ്റണം, ബിസിനസ് ചെയ്യുന്നവരാക്കി മാറ്റണം, ജീവിതത്തിൽ വിജയിക്കുന്നവരാക്കി മാറ്റണം, പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നവരാക്കണം. അത് ചെയ്യേണ്ടുന്ന ഹൈന്ദവ വിശ്വാസികളിലെ ഒരു ആചാര്യനാണ് ജ്യോതിഷി. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അത് ഇതിപ്പോൾ എന്ത് വിമർശനങ്ങൾ വന്നാലും ഇന്നലെ എന്ത് പറഞ്ഞു അത് തന്നെ ഇന്നും പറയും, നാളെയും ഇത് തന്നെ പറയും. നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ബോർഡ് ഇങ്ങനെ ജ്യോതിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ജ്യോതിഷശാസ്ത്രം നോക്കി പറയും എന്നും പറഞ്ഞ് ഒരുപാട് ബോർഡുകൾ ഇന്നിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇതിൽ പലരും പറയുന്നത് പോലെ ഒന്നും തന്നെ നടക്കാറില്ല. നമ്മൾ എങ്ങനെയാണ് നല്ല ഒരു ജ്യോത്സ്യനെ നമ്മൾ എങ്ങനെയാണ് ഹരിച്ചേട്ടാ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊന്നും പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ കഴിവതും ഈ വലിയ പബ്ലിസിറ്റി ഉള്ള ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ നോക്കുക. കാരണം അവരെ സംബന്ധിച്ച് ഈ പബ്ലിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി വലിയ പൈസ മുടക്കേണ്ടി വരും. ഞാനടക്കമുള്ള ആളുകളുടെ കാര്യം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്, അല്ല എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. സ്വാത്വികമായി ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഗണക സമുദായത്തിലുള്ള ആളുകൾ, മറ്റു സമുദായത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ സ്വാത്വികമായി ഇത് കൈകാര്യം ചെയ്യുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളൊരു ജ്യോതിഷിയെ സമീപിക്കുമ്പോൾ ആൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുക. പരിഹാര ഭാഗത്തിലേക്ക് വരും. എനിക്ക് കുറച്ച് പൈസ തന്നാൽ ഞാനെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞത് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവവിശ്വാസികളല്ല എന്നാണ് അർത്ഥം. നമ്മുടെ ദൈവങ്ങളിൽ ഇടനിലക്കാരുടെ ഒരാവശ്യമില്ല. നമുക്ക് ദൈവത്തോട് ഡയറക്റ്റ് സംവദിക്കാം. നമുക്ക് ഇപ്പം കൃഷ്ണനെ പ്രണയിക്കുന്നവരുണ്ട് ഗുരുവായൂരെ. ഇടയ്ക്ക് നിന്ന് ഒരാൾ ഞാൻ കൃഷ്ണൻ്റെ പ്രണയം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം കൃഷ്ണനെ ഞാൻ വളരെ ആരാധിക്കുന്ന ആളാണ്.
ഇടയ്ക്ക് നിന്നിട്ട് ഞാൻ കൃഷ്ണൻ്റെ ആരാധന കുറച്ചുകൂടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം. നമ്മൾ ദൈവവിശ്വാസികളായിരിക്കണം. നമ്മൾ ക്ഷേത്രങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ പോസിറ്റീവ് വൈബാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അവിടെ പോകാൻ തോന്നാത്ത പോലെ ക്ഷേത്രങ്ങളിൽ പോസിറ്റീവുകളാണ്. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കണം, വഴിപാടുകൾ നടത്തണം. ഇടയ്ക്ക് നിന്നിട്ട് ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തൊരാൾക്ക് നമ്മുടെ കാര്യം പുറത്തിരുന്നുകൊണ്ട് ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ വിചാരിച്ചാലേ ശരിയാവും. ഇല്ലെങ്കിൽ ഈ പൂജയും ചെയ്ത് മിണ്ടാണ്ടിരുന്നാൽ ഒരു ബിസിനസ് ജയിക്കത്തില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെടണം. അതിന് കോൺഫിഡൻസ് ആണ് ബാക്കിയല്ല. ഇന്നിപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ല, ഒരുപാട് ക്രിസ്ത്യൻസും, നേരത്തെയൊക്കെ ക്രിസ്ത്യൻസിലും ഈ ജ്യോത്സ്യത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ രഹസ്യമായിട്ട് പണ്ട് കാലത്തൊക്കെ ജ്യോത്സ്യന്മാരെ വന്ന് കാണുമായിരുന്നു, ത്രൂ ഹിന്ദു ഫ്രണ്ട്സ് ത്രൂ ഒക്കെ ആയിട്ടൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ചിലർ ഒരു ഇതുമില്ല, മടിയില്ലാണ്ട് തുറന്ന് തന്നെ അവർ ജ്യോത്സ്യന്മാരെ കാണാൻ പോവാറുണ്ട്. അങ്ങനെ മറ്റു മതത്തിൽ ഇരിക്കുന്നവരും ഇന്ന് ഇതിൽ വിശ്വസിക്കുന്നു. അവരുടെ സ്ഥലത്തെ എന്തെങ്കിലും ദോഷങ്ങളായിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞാൽ വീട്ടിലെ ഉള്ളിലുള്ള എന്തെങ്കിലും ദോഷങ്ങളായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല, എന്ത് ചെയ്താലും തടസ്സങ്ങളായി വരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ജ്യോത്സ്യനെ പറഞ്ഞു തരാമോ, ഞങ്ങളും ഇത് ചെയ്യട്ടെ. ചിലർക്ക് പേടിയാണ്, ഞങ്ങൾ ഈ മതത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇത്തരം കർമ്മങ്ങൾ പറയുമ്പോൾ നമുക്കത് ചെയ്താൽ നമുക്കത് നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കുമോ? ഇതിനൊക്കെ എന്താ ഉത്തരം? അല്ല, എല്ലാവരും അവരവരുടെ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുക, അവരുടെ പ്രാർത്ഥനകൾ നടത്തുക. നിങ്ങൾക്ക് ഇനിയും അമ്പലത്തിൽ പോകാൻ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് വരാം. ചില ക്ഷേത്രങ്ങളിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം രമ്യ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം എല്ലാ മതവിശ്വാസികളും ജ്യോതിഷികളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ വരുന്നവരെ ഭയപ്പെടുത്താതെ കഴിവതും അവർക്ക് വേണ്ടുന്ന, കാരണം നമ്മളുടെ ഒരു വിശ്വാസത്തിൽ നന്മകളാണ് കൊടുക്കുന്നത് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. ഇപ്പം ഇവിടുന്ന് പോകുന്നിടത്ത് ചേർത്തലയ്ക്ക് അടുത്തൊരു പള്ളിയുണ്ട്. അവിടേക്ക് ഭയങ്കര ഹൈന്ദവ വിശ്വാസികൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ഈ ഹിന്ദു സംഘടനകളൊന്ന് ചിന്തിച്ചാൽ, ഇപ്പുറത്തൊരു ഒരു മന്ത്രവാദിയുടെ അടുത്തൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് എന്നാൽ 30,000 50,000 കുറഞ്ഞുള്ള പരിഹാരമില്ല. തൊട്ടപ്പുറത്ത് 10 രൂപ കൊടുത്താൽ ഒരു മെഴുകുതിരി മേടിച്ചു കൊടുത്താൽ അവിടെ പരിഹാരം കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായി? ഈ പ്രശ്നം മനസ്സിലായി? ഇവിടെ വലിയ എമൗണ്ടുകൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളൊക്കെ ഇത് തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം നമുക്ക് എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, എത്രയോ വഴിപാടുകളുണ്ട്. അത് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന്മാരായി മാറണം. പിന്നെ ഇപ്പോൾ ഒരു മുസ്ലിം വന്ന് അമ്പലത്തിൽ കയറി വഴിപാട് നടത്തണമെന്ന് ഞാൻ പറയില്ല. അവർക്കത് വിശ്വാസം എന്തോ, അവരുടെ മതത്തിലാണ് വിശ്വാസമെങ്കിൽ അവർ ആ മതവിശ്വാസത്തിൽ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അല്ല അവരിപ്പോൾ ഇങ്ങോട്ട് വന്ന് ചെയ്തെങ്കിലേ നന്മയാകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനിയാണോ നിങ്ങൾ നിങ്ങളുടെ മതം, ഇപ്പം ഈ മതം മാറി വരിക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, വ്യക്തിത്വമില്ലാത്തവരാണ്. നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ വിശ്വസിച്ച് അങ്ങനെ നിൽക്കുക. അല്ല നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോണ്ട് ഇപ്പം പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ മതം മാറുന്നു പറഞ്ഞാൽ വ്യക്തിത്വം ഇല്ലാത്തവരാണ്. അവർ എന്ത് ദൈവവിശ്വാസികളാണ്? അതിൻ്റെ ആവശ്യമില്ല. ഹിന്ദു അങ്ങോട്ടും പോകണ്ട, മുസ്ലിം ഇങ്ങോട്ടും വരണ്ട. നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ, അതാണ് കലൗത ഹരി കീർത്തനാൽ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു സുപ്രീം പവറിനെ മാത്രം വിശ്വസിക്കുക, നമ്മളായിട്ട് തന്നെ മുന്നോട്ട് പോവുക, അല്ലേ? ഇനി ഹരിചേട്ടാ, ജി കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ദർശനയും അനൂപും. ഇവരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെ എതിർപ്പോടെയൊക്കെ ഇവർ പോയതായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പ്രോഗ്രാമിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മമാർ, 2 കൂട്ടരുടെയും അച്ഛനെയും അമ്മയും കൂടെ അവിടെ യോജിപ്പിച്ചത് ഹരിച്ചേട്ടനാണെന്നുള്ളത്. അതിനകത്ത് ആ ഒരു കഥയും കൂടെ പറയും ഹരിച്ചേട്ടാ. ശരിക്കും ആ കുട്ടികൾ എല്ലാ ഇൻ്റർവ്യൂവിലും അവർ പോയി ആ കാര്യം പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ പലരും ലിങ്കൊക്കെ അയച്ചു തരാറുണ്ട്. ഞാനും എൻ്റെ ആളെന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ സി കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ദർശനയും അനൂപും, ദർശന വളരെ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആണ്, സീരിയലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന, വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ തമ്മിൽ പ്രണയത്തിലായത്. അനൂപ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ നല്ല നല്ല പയ്യനാണ്, അവർ തമ്മിൽ പ്രണയിച്ചു. പക്ഷേ ഈ ദർശനയുടെ ഫാമിലി, ദർശനയുടെ അച്ഛൻ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു അച്ഛനാണ് രമ്യ. വളരെ നല്ലൊരു മനുഷ്യൻ. സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതത്തിൽ ഒത്തിരി സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്ന അച്ഛന്മാരുടെ കൂട്ടത്തിലുള്ള ഒരച്ഛൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ. 3ാമത്തെ മകളാണ് ദർശന. 2 കുട്ടികളും കല്യാണം കഴിച്ചു. അപ്പോൾ ദർശന പോയിട്ട് ഈ അനൂപുമായിട്ട് പ്രണയമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാർ പറയുമ്പം അവരെതിർക്കും, അവർക്കൊട്ടും താല്പര്യം തോന്നിയില്ല. പിന്നെ അതിനകത്ത് കമ്മ്യൂണലായിട്ടുള്ളതെന്ന് വെച്ചു, ദർശന ഹൈന്ദവ വിശ്വാസിയും അനൂപ് ക്രിസ്തുമത വിശ്വാസിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവർ തമ്മിൽ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് വിവാഹം നടത്തി. അപ്പം സാധാരണ വിവാഹമൊക്കെ കഴിയുമ്പം അച്ഛനൊക്കെ ഒന്ന് സോഫ്റ്റായി ഇതാവണം. പക്ഷേ ആ അച്ഛന് മനസ്സിലുണ്ടായ ഒരു വിഷമം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. കാരണം അദ്ദേഹം അത്രയേറെ ചിലപ്പോൾ ഈ കുട്ടിയുടെ വിവാഹമൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെ ഉണ്ടാവും. അദ്ദേഹം പിന്നെ ഇവരുമായിട്ട് ആ വീട്ടിൽ സഹകരിക്കാനേ പോയില്ല. കുഞ്ഞിന് 2.5-3 വയസ്സായി. എന്നിട്ട് പോലും
സഹകരണത്തിന് അദ്ദേഹം നിന്നില്ല. സാധാരണ ആ സമയത്തൊക്കെ നമുക്ക് അച്ഛനെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അദ്ദേഹം അത്രയേറെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നു. ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർ സ്നേഹിച്ചു പക്വതയുള്ള ആളുകളാണ്, അവർ ജീവിച്ചു. അങ്ങനെ ഇവർ ആ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇവർ വിഷമത്തോടെ പറഞ്ഞിങ്ങനെ അച്ഛനും ഒക്കെ ഞങ്ങൾ കാണാൻ വന്നിട്ടില്ല, വിഷമമാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹം അച്ഛനും അമ്മയും ഞങ്ങളും കൂടെ ഒന്ന് കാണണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചാനലുകാർ അവരെ കോൺടാക്ട് ചെയ്തു. അച്ഛൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം പുള്ളി ഭയങ്കര സ്ട്രോങ് ആണ്, ആരോടും പറയും. പുള്ളിക്ക് അങ്ങനെ പറയുന്നതിനൊരു മടിയൊന്നുള്ള ആളെ പുള്ളി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. അങ്ങനെ ജോണി ആൻ്റണി ചേട്ടനും ഒക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഹരിക്ക് ഒന്ന് പോയി സംസാരിക്കാമോ ചോദിച്ചു. പാലക്കാടാണ്. ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള ഇത്തരം റിസ്കി സാധനങ്ങൾ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അനൂപിനോട് പറയണം നീയും വാ. അവനോട് വേണ്ട ചേട്ടാ, അയ്യോ എനിക്ക് പേടിയാ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് കുഴപ്പമില്ല, നീ കയറണ്ട, വരാൻ പറഞ്ഞു. അങ്ങനെ വിനീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറുണ്ട്, ഞാൻ, വിനീഷ്, പിന്നെ അനൂപ്. അങ്ങനെ എൻ്റെ കാറിൽ ഞങ്ങളെല്ലാവരും കൂടി പാലക്കാട് ചെന്നു. എന്നിട്ട് ഈ അനൂപിനെ ഇറക്കി നിർത്തിയിട്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ തമാശ പറയാം, ചില്ലുമ്പടി ഓലെ കീഴ് തടിക്കും, അപ്പൊ ഞാൻ ഫ്രണ്ടിലോടും, വിനീഷ് പുറകിൽ ഓടണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇവനെ മാറ്റി ഒരു സ്ഥലത്ത് ഇറക്കി രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് കയറി ചെന്നു. അപ്പൊ ചെന്നപ്പോഴേ അച്ഛൻ എനിക്കൊന്ന് മനസ്സിലായി, എന്താ ചോദിച്ചു. ഞാൻ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറോളം ഞങ്ങൾ ആദ്യം പുള്ളി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പിന്നെ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. അവസാനം പുള്ളി ഭയങ്കര ഇമോഷണലായി, പുള്ളി കരയുന്ന പോലായി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇതിൽ വരണം. അവസാനം പുള്ളി സമ്മതിച്ചെന്നേ. പിന്നെ അനൂപിനെ വിളിച്ചു. അനൂപ് കാലിൽ ഞങ്ങളപ്പോൾ പോയപ്പോഴേ ആദ്യം അച്ഛന് മുണ്ടൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് പോയത്. നേരെ പോയി അനൂപ് കാലിലൊക്കെ ഞാൻ പറഞ്ഞു തൊട്ട് തൊഴാന്ന് പറഞ്ഞു. ഇവരങ്ങനെയൊക്കെ വെച്ചിരി ഇങ്ങനെ പറഞ്ഞു കാലിലൊക്കെ തൊട്ട് തൊഴുതു. അങ്ങനെ ഫ്ലോറിൽ വന്നു. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഒന്നൊന്നും അല്ല രമ്യ. ഇതുപോലും ഞാൻ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ സാധനം പറഞ്ഞത്. ആ കുട്ടികൾ എല്ലായിടത്തും പോയി പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ പലയിടത്തും വിളിച്ച് സംസാരിച്ച് സെറ്റിലാക്കിയിട്ടുണ്ട്, പോയി സംസാരിച്ച് സെറ്റിലാക്കിയിട്ടുണ്ട്. ഞാൻ പണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കഥ ഇട്ടിട്ടുണ്ട്. ശ്രീലങ്കയിൽ പോയി ആ തമിഴ് വംശജരായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അത് സോൾവ് ചെയ്തിട്ടുണ്ട് ഞാൻ. കാരണം എൻ്റെ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ കഴിവല്ല, ഞാൻ ഡെയിലി ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. വരുന്ന ആളുകളുമായി സംസാരിച്ച് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ച് എങ്ങനെ അവരോട് സംസാരിക്കാം എന്നുള്ളതറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ദർശന അനുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആരോ അയച്ചു. ദർശന പറഞ്ഞു, അച്ഛനെ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, അത് പറ്റുന്ന കാര്യമല്ല. കാരണം അച്ഛനെ ആ കുട്ടിക്ക് അറിയാമല്ലോ, ആ കുട്ടിയുടെ അച്ഛനാണല്ലോ. ഈ ഹരിച്ചേട്ടൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല, അച്ഛനെ ഇങ്ങനെ, ഞങ്ങൾക്കതൊരു അത്ഭുതമാണ്. ഇന്നും ഹരിച്ചേട്ടൻ എന്താണ് അത് ചെയ്തത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അച്ഛനും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും എന്താണ് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ ഇല്ല. മോഹൻലാല് ദൃശ്യത്തിൽ പറഞ്ഞ പോലെ അത് എനിക്കൊപ്പം എന്റെ കൂടെ മണ്ണലിയട്ടെ എന്ന് പറഞ്ഞ പോലെ അതിന്റെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഹരിച്ചേട്ടനോട് ചോദിച്ചിട്ട് ഹരിച്ചേട്ടനും ഇതുവരെ പറഞ്ഞിട്ടില്ല, അച്ഛനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ സെറ്റാക്കി. ഇപ്പൊ വലിയ കാര്യമാണ്, സന്തോഷത്തോടെ ജീവിക്കാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരൊറ്റ പാഠം ഞാൻ പറയാം. ഇത് കേൾക്കുന്ന കുട്ടികളോടാണ്. നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അത് എതിർക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തിലല്ല, നിങ്ങളുടെ ജീവിതം നല്ലൊരാളെ ഏൽപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. പ്രണയം പൊളിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ എന്നുള്ളൊരു ആശങ്കയാണ് അവരുടെ പ്രശ്നം. നിങ്ങളെ ഇയാൾ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ പെൺകുട്ടി കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുമോ, നിങ്ങളുടെ ജീവിതം നാളെ നശിച്ചു പോകുമോ എന്നുള്ള ആശങ്കയാണ് അവരുടെ പ്രശ്നം. പല കുട്ടികളും ചിന്തിക്കുന്നത് പ്രണയം പൊളിക്കാനാണ്. അങ്ങനെയല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സുരക്ഷിതയായി നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അത് നമ്മളൊരു അച്ഛനമ്മ ആവുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കാം ചേട്ടാ. ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഞാൻ പുതിയതായിട്ട് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഞാനൊരു വീട് വെച്ചു. പക്ഷേ വീട് വെച്ച് ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം മുതൽ ഫുൾ കഷ്ടകാലമാണ്. നേരത്തെ വാടക വീട്ടിൽ താമസിച്ചപ്പോൾ ഇതിനെക്കാട്ടിലും എത്രയോ മനസമാധാനമായിരുന്നു എന്ന് വിചാരിച്ച് ചില ആൾക്കാർ എന്നിട്ട് ഈ വീടും വേണ്ടാന്ന് പറഞ്ഞ് വീട് മാറിപ്പോയ ആൾക്കാരെ വരെ അറിയാം. ശരിക്കും ഇതിലൊക്കെ വാസ്തവമുണ്ടോ? ഇതിൽ നമ്മുടെ ഈ കയ്യിലിരിപ്പ് പോലെയൊക്കെ ഇരിക്കും കാര്യങ്ങൾ. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത്, ഇപ്പൊ രേണു സുധി ഒരു വീട് വെച്ചു. ഞാൻ ആലോചിച്ചത് ശരിക്കും പറഞ്ഞാൽ വേണേ നമുക്കതിരെ ഈ രീതിയിലാക്കാം. ഈ കുട്ടി വീട്ടിലേക്ക് കയറി വീട്ടു താമസം തുടങ്ങി, പിന്നെ പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെ ചില റീൽസൊക്കെ വരുമ്പോൾ കാണും. സത്യം പറഞ്ഞാല് ഞാൻ ആ വീടിന്റെ പ്ലാൻ അത് ചെയ്ത ആളുകൾ, ഫിറോസ് എന്തോ മറ്റാണെന്ന് പേരെന്ന് തോന്നുന്നു, അതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ എടുത്തൊരു അക്കാഡമിക്കൽ പർപ്പസ് ഞാൻ വെറുതെ ആ പ്ലാനൊക്കെ നോക്കി. നല്ല പ്ലാനാണ്, എനിക്കതങ്ങോട്ട് മോശം തോന്നില്ല, നല്ലൊരു വീടാണ്. പക്ഷെ എന്താ പ്രശ്നം അറിയാം, ഇതിൽ ഈ വിഷയങ്ങൾ ഇവർ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രശ്നമാണ്.
പലപ്പോഴും ഇവർ ഈ പബ്ലിക്കിന് മുമ്പിൽ ഇപ്പം ആ വീട് ഒരു ചോർച്ചയുണ്ട്. ഇപ്പം രമ്യ മനസ്സിലാക്കേണ്ട ഏതൊരു വീട് വെച്ചാലും ഓട്ടോമാറ്റിക്കലി അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഡാമേജുകളുണ്ട്. കാരണം മനുഷ്യനിർമ്മിതമാണിതെല്ലാം. എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ അതിലുണ്ടാവും. അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇടുമ്പോഴാണ് ഇവരും എല്ലാം മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥരാകുകയും പിന്നെ ഈ പബ്ലിക്ക് കയറി ഇതിലോട്ട് എൻ്റെ ഇപ്പം ഇതിലിപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞ കുട്ടി ബോധപൂർവം ചിലപ്പോൾ പറഞ്ഞതാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഇവരെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഈ ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മറുനാടൻ മലയാളിയിൽ അവരാണ് മതിൽ കെട്ടിക്കൊടുത്തത്. ആ മതിലിൻ്റെ ഒരു പോർഷൻ ഇടിഞ്ഞു. അപ്പോൾ ഇടിയാൻ വേണ്ടി ഒരാളും മതിൽ കെട്ടി കൊടുക്കത്തില്ല. പക്ഷെ എന്താ വെച്ചാൽ അവിടെ വെള്ളമൊഴുക്ക് വരുമ്പോൾ രമ്യക്ക് ഒരു രസം അറിയാം. ഞാൻ വീട് വെച്ചില്ലേ, വീട് വെച്ചിട്ട് ആദ്യത്തെ മഴയ്ക്ക് സൈഡിൽ കെട്ടിയിരുന്ന മതിൽ ഇടിഞ്ഞു പോയി. ഞാൻ എന്റെ വീടിന്റെ പാലയാച്ചൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നില്ല കേട്ടോ, ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. കുഞ്ഞിന്റെ സ്കൂളിലെ പ്രോഗ്രാം. അപ്പം അതിന്റെ പുറകിലത്തെ വീടിന്റെ മതിലല്ല, വീടിന്റെ പുറകോട്ടുള്ളൊരു മതില് ഇപ്പൊ ഇവർ അതേപോലെ ആ മതിൽ ഇടിഞ്ഞു പോയി. പിന്നെ നമ്മൾ രണ്ടാമത് കെട്ടി. മഴ പെയ്ത് കഴിയുമ്പോഴാണ് അത് ഇടിഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയും ഭർത്താവോടെ എൻ്റെ അടുത്ത് നോക്കിക്കാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ആ വിചാരം കൊണ്ട് നിൽക്കാൻ വയ്യ ചേട്ടാ. അപ്പം ഞാൻ എന്താ പ്രശ്നം? ചേട്ടാ ഞങ്ങളൊരു വസ്തു മേടിച്ചത് വിൽക്കണം എന്ന് വെച്ച് മതിൽ കെട്ടി ചേട്ടാ, ഇപ്പം ഈ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു പോയി. ഇതേ സാധനം എനിക്ക് ഫേസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയട്ടെ കുഞ്ഞ, ഇത് എൻ്റെ മതിലും ഇടിഞ്ഞു പോയി. ആ വിചാരം ഒന്നുമല്ല. ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകിപ്പാനുള്ള ഒരു ഓവ് ചെറുത് മറ്റേ കൊടുക്കണം, പൈപ്പ് ഇങ്ങനെ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ ടെക്നിക്കൽ ഒരു മിസ്റ്റേക്കാണ്. അതല്ലാതെ ബോധപൂർവ്വം ഇപ്പോൾ ഷാജൻസ്കറിയ ബോധപൂർവ്വം മതിലിടിക്കാൻ വേണ്ടി പണിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഇടുന്നവർ ധാരാളം ഉണ്ടാവും. അതല്ല അതിൻ്റെ ശരി. ഒരു വീട് നമ്മൾ വെച്ചാൽ അത് പണി കഴിഞ്ഞാലും അത് 100% പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ പല അഭിപ്രായം വരും. അവർ കുഴപ്പക്കാരാണ്, ഇവർ കുഴപ്പക്കാരാണ്. പിന്നെ അറിയാലോ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് അതിന് റീച്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിന് നമ്മൾ നിന്നു കൊടുക്കാതിരിക്കുക എന്നാണ്. ചോദിച്ച ചോദ്യം, വീട്ടിൽ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഞാൻ 2-3 കാര്യങ്ങൾ കാണുന്നു. ഒന്ന് നമ്മളൊക്കെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമല്ലാത്ത വീട് വെക്കും. ഇപ്പം നമ്മുടെ വരുമാന സ്രോതസ് വീടെന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വെക്കും. മനസ്സിലായോ? അനാവശ്യമായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീട് വെക്കുക. അപ്പം നമ്മുടെ വരുമാനത്തിന്റെ ഒരു വലിയ പോർഷൻ നമ്മൾ ഇതിന്റെ അടവിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് സാമ്പത്തിക ടൈറ്റ് ആവും. അപ്പം നമ്മൾ നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. പിന്നെ നമ്മൾ ഈ പുതിയ വീടെന്ന് പറഞ്ഞാൽ എത്ര മാസം? 6 മാസം മാക്സിമം. അതിനപ്പുറം അത് പഴയ വീടാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങോട്ട് പോയാൽ മതിയെന്നേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രമ്യേ, എത്ര വീട്ടിലുണ്ട് ഭർത്താവും മക്കളും എല്ലാ ഭാര്യയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? എല്ലാം ഫോണിലല്ലേ? വൈകുന്നേരങ്ങളിൽ ഇരുന്നൊന്ന് സംസാരിക്കണം, എല്ലാവരും തുറന്ന് സംസാരിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണം. വീട് സ്വർഗമാക്കി മാറ്റുന്നത് നമ്മളാണ്. അല്ല വീട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നാ സ്വർഗമാക്കൂ എന്ന് പറയില്ല. നിങ്ങൾ അതിനെ സ്വർഗമാക്കി മാറ്റാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ വീട്ടിൽ താമസം മാറി എന്ന് പറഞ്ഞുകൊണ്ടതുകൊണ്ട് ദോഷം വരുന്നതെല്ലാം ആ പുതിയ വീട്ടിൽ താമസം മാറിയത് കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. അല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കാരണം എന്താ? ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. അല്ലാതെ ഉണ്ടല്ലോ ചേട്ടാ ആരോഗ്യ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ. പക്ഷെ ഞാൻ പറയാം, ഇതിനെ കണക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. അതിനാണല്ലോ നിങ്ങൾ വാസ്തു നോക്കി വീട് വെക്കുന്നത്. ഇപ്പൊ എന്റെ വീട് ഞാൻ പറഞ്ഞില്ല, പുറകെ ഇടിഞ്ഞു പോയി വേണമെങ്കിൽ ദോഷമാണെന്ന് പറയാം. പക്ഷെ ഞാൻ ചിന്തിച്ചത് താഴെ പൈപ്പ് വെച്ചിട്ടില്ല വെള്ളം ഒഴിയിപ്പാൻ, അതുകൊണ്ട് പറ്റിയാണ്. വേണേ ദോഷമാണെന്ന് ചിന്തിക്കാം, അല്ലാതെയും ചിന്തിക്കാം. ഞാൻ അല്ലാതെ ചിന്തിച്ചു, അല്ലാതെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ ചിലർ പറയുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറിയതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുന്നത്, ഓരോരോ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. അതിപ്പോ രേണുസുതി എന്ന് മാത്രമല്ല രമ്യേ, ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും വന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ പറഞ്ഞാലും ആളുകൾ താഴെ തെറി വിളിക്കും. ഇപ്പൊ കഴിവത് എന്ത് വേണം, ഇത്തരം സാഹചര്യം ഇങ്ങനെ മാറി പോകാൻ നോക്കണം. അതിപ്പോ രേണുസുതി എന്നല്ല, നിരന്തരം ഒരാൾ ഇങ്ങനെ വന്നാൽ അതിപ്പോ അവരുടെ കുഴപ്പമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നോ സംസാരിക്കണമെന്നോ പെരുമാറണമെന്നോ ഡ്രസ്സ് ചെയ്യണമെന്നോ ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തെറി വിളിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വഴിയെ ഇപ്പം പണ്ട് നമ്മൾ ഈ കല്ലുംകണ്ടി പാലം അവിടെ വലിയ കുറേ പേരിരിക്കും, അതുവഴി ആദ്യം പോകുന്നവൻ്റെ കഷ്ടകാലമായിരിക്കും. അതേപോലെയാണ് സോഷ്യൽ മീഡിയ. അവിടെ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കണ്ട ഏതായി ഊള എന്ന് ചോദിക്കും. എൻ്റെ സോഷ്യൽ മീഡിയയുടെ താഴെ വന്നിട്ട് നീ വലിയ ഊളയാണല്ലോടാൻ ചോദിക്കും. ഞാനപ്പം മറുപടി കൊടുക്കും, പണ്ടേ ഊളയാണ്, ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞേ ഉള്ളൂ. പിന്നെന്ത് പറയാനാ? നമ്മൾ അങ്ങനെയാണെന്നങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ പുറകെ പോകാതിരിക്കുക. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ, സ്വന്തം കാര്യം നോക്കി അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഹരിച്ചേട്ടൻ ഇപ്പൊ കുറേ തവണ ഹരിച്ചേട്ടന്റെ വീടിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് ഹരിച്ചേട്ടൻ വെച്ചൊരു വീടാണ്. അന്ന് ആ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഹരിച്ചേട്ടൻ വിളിക്കുന്നതാണ്, പോകാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഇത്രയും ദൂരമായതുകൊണ്ടാണ്. അന്ന് പോകാൻ പറ്റാതെ എൻ്റെ
ഫാമിലി കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മൈൽ സ്റ്റോണിൽ നിന്ന് ഹോം ടൂർ എടുക്കണം, ഹരിച്ചേട്ടന്റെ വീട് ലോകത്തേക്ക് ആദ്യം ഞങ്ങൾക്ക് കാണിക്കണം എന്ന് ഭയങ്കര വാശിയുണ്ടായിരുന്നു. പക്ഷെ നിരന്തരമായിട്ടുള്ള ബാക്കിയും ഷൂട്ടും കാര്യങ്ങളൊക്കെ കാരണം അന്നും അതും നടന്നില്ല. എല്ലാം ഒരു സമയത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്ന് സല്ലപിക്കാനായിട്ട് ഫൈനലി ഹരിച്ചേട്ടന് ഇങ്ങനെയെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റി. ഇതൊക്കെ ഒരുപാട് സന്തോഷം ഹരിച്ചേട്ടാ. ചോദിച്ചാലും തീരാത്ത നമ്മുടെ സംശയങ്ങൾ ഒരിക്കലും തീരില്ല ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറയാണ്, എൻ്റെ അനുഭവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജെനുവനായിട്ട് സമീപിക്കാൻ പറ്റുന്ന എൻ്റെ അനുഭവത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് ശ്രീ ഹരി പത്മനാഭൻ. പരസ്യം ഒന്നല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് ഹരി. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എല്ലാവരും നല്ലതായിട്ട് പോകാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വളരെ പോസിറ്റീവ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് രമ്യയൊക്കെ നമ്മളൊക്കെ പണ്ട് ആരാധനയോടെ കണ്ടിരുന്നതാണ് സൂര്യ ടി വിയിൽ ആങ്കർ ആയിരുന്ന സമയത്ത്. അപ്പോൾ വീണ്ടും ഇപ്പോഴും അതേ പ്രായവും യൗവനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും ഈ ചാനൽ ഫീൽഡിലേക്ക് വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഇത് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു ഹരിച്ചേട്ടാ.